റൈറ്റ്. സോ ദയവായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇന്നലെ പകൽ നിങ്ങളോട് കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് എഴുതിയെടുക്കാനൊക്കെ ഞാൻ എൻകറേജ് ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളം മനസ്സിലാകുന്നവർക്ക്, ഇന്ന് പ്രത്യേകിച്ച് ഹിന്ദി മനസ്സിലാകുന്നവർക്ക് ഒരു പക്ഷേ അവർക്ക് ചില വാക്കുകൾ കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അവർ ആ ദൈവസ്ഥാനത്തിലിരിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തും കൊണ്ടാണ് നമ്മൾ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നും ഇന്നത്തെ യുദ്ധം അത് ബൈബിളിനകത്ത് എവിടെയെങ്കിലും ഉള്ളതാണോ, നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതാണോ എന്നുള്ള ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് കൂടെ ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ ഇത് പറയണമെങ്കിൽ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇതിനകത്ത് കുറച്ച് കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കലും മാറിപ്പോകാതെ നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചിരിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടത്തുള്ളൂ. ഒന്ന്, ഞാൻ പറഞ്ഞു, ഇസ്രയേലിന് വേണ്ടി ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ യുദ്ധവുമായിട്ട് ദൈവവചനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനൊരു ഊഹാപോഹം പറയാനല്ല കേട്ടോ, അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ഊഹാപോഹം പറയാനല്ല. അക്യുറേറ്റ് ദൈവവചനത്തുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്, അക്യുറേറ്റ് കണക്കുകളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളതിൻ്റെ വളരെ പ്രാധാന്യം കൊടുത്ത് അത് ശ്രദ്ധിച്ചിരിക്കണം. കേൾക്കാൻ റെഡിയാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശരി, ഈ കണക്കുകളിലോട്ടൊക്കെ വരണമെങ്കിൽ ഒരു വലിയ ചരിത്രങ്ങൾ തൊട്ട് വരണം. നമ്മൾ ദൈവമക്കൾ ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണോ? ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ മീതെ, മനുഷ്യൻ്റെ കൈകളിൽ ഈ ഭൂമിയുടെ മേലെയുള്ള അധികാരം മൊത്തം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വലിയൊരു ഇറ്റേണൽ പ്ലാനിന് വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു, ഭൂമിയിലാക്കി, അവർക്ക് വേണ്ടി അധികാരം കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിന്നിരുന്ന സാത്താൻ, വഞ്ചകൻ, ചതിയൻ, അല്ലേ, ഇങ്ങനെ പറയുന്ന ബൈബിൾ പറയുന്ന ഈ അന്ധകാര ശക്തികൾ മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാം. അനുസരണക്കേടിൽ ആദാമിനെ ഹവ്വായെയും വീഴ്ത്തുകയും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ഇവരെ മാറ്റിക്കളയുകയും ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ പിശാച് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നതുകൊണ്ട് ദൈവം ചിന്തിക്കത്തില്ല, അയ്യോ ഇതിങ്ങനെ വന്നല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തെടുക്കും എന്ന്. അങ്ങനല്ല, ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതുകൊണ്ട് ആദമിനകത്ത് കൊടുത്ത ആ പദ്ധതി എന്തു പറ്റിയെന്നറിയാമോ? ആദം വീണുപോയി. ആദാമിൽ നിന്ന് നഷ്ടമായതിന് ശേഷം ദൈവം അടുത്തൊരു തലമുറ എടുത്തു, നോഹ എടുത്തു. നോഹയിൽ കൂടെ വർദ്ധിപ്പിക്കാൻ, നോഹയിൽ കൂടെ തന്നെ ആദാമിന് കൊടുത്ത അതേ അനുഗ്രഹമാണ് ദൈവം നോഹയ്ക്കും കൊടുത്തത്. ഭൂമിയൊക്കെയും നിങ്ങൾ വർദ്ധിച്ച് പെരുകിക്കൂ. പക്ഷെ നോഹയ്ക്കും വേണ്ട രീതിയിൽ ഉയരാനോ വർദ്ധിക്കാനോ, നോഹയ്ക്കും വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അങ്ങോട്ട് കയറി വരാനോ പറ്റിയില്ല. പക്ഷേ ഇതിന് ശേഷം ആദം തൊട്ട് 7-ാമനായ ഹാനോക്ക്, 10-ാമനായ നോഹ, 13-ാമനായ നിമ്രോദ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 13-ാമനായ ജനറേഷൻ്റെ അകത്ത് 13-ാമനായ നിമ്രോദ് എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു. ഈ യഹൂദന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പം കർത്താവ് അവരെ പഠിപ്പിച്ചൊരു കാര്യം, യഹൂദന്മാരുടെ ചരിത്രങ്ങൾ പലതും ദൈവം അവരെ പഠിപ്പിച്ചതാണ്. ന്യൂമറിക് കാര്യങ്ങളുടെ അകത്ത് ഭയങ്കര അർത്ഥമുണ്ട്, നമ്പറുകളുടെ അകത്ത് ഭയങ്കര അർത്ഥമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൺനെസ്, നമ്മൾ വണ്ണെന്ന് പറയുമ്പോൾ അതിനർത്ഥം വൺനെസ് എന്നാണ്. 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂണിറ്റി എന്നാണ്. 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂണിറ്റി. 3 എന്ന് പറഞ്ഞാൽ ട്രയൂണിറ്റി അല്ലെങ്കിൽ ട്രിനിറ്റി. 4 എന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ ഗവൺമെൻറ്. 5 എന്ന് പറഞ്ഞാൽ ഗ്രേസ്. 6 എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സംഖ്യ. 7 എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ലെങ്കിൽ കംപ്ലീഷൻ, ഫിനിഷ്. 8 എന്ന് പറഞ്ഞാൽ ന്യൂ മാൻ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്. 9 എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോളി. ഇതൊക്കെ യഹൂദന്മാരുടെ കൾച്ചറുകളുടെ അകത്ത് നമ്പറുകൾക്കുള്ള അർത്ഥമാണ് കേട്ടോ, നമ്പറുകൾക്കുള്ള അർത്ഥം. നോക്കിക്കോണേ, ഞാൻ ഓരോ നമ്പർ 13, 14 വരെ പറയാൻ പോവാം. ഇപ്പം എത്ര വരെ ഞാൻ പറഞ്ഞു? 9 വരെ. 9 എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിപൊളി. അപ്പോൾ ഇന്നത്തെ മെസ്സേജിൻ്റെ കാര്യം എന്തോ ആയിത്തീരും? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്. 10 എന്ന് പറഞ്ഞാൽ ടെസ്റ്റിമണി അല്ലെങ്കിൽ സൈൻ.
11 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാർക്ക്നെസ്. 12 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗവൺമെൻറ്. 13 എന്ന് പറഞ്ഞാൽ റിബല്യൻ. 13 എന്ന് പറഞ്ഞാൽ എന്തുവാ? റിബല്യൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞുകൂടെ വന്നേ. റിബല്യൻ. 14 എന്ന് പറഞ്ഞാൽ കവനൻറ്റ്. ആദം തൊട്ട് എത്രാമത്തെ തലമുറ നിമ്രോദ്? 13ാമത്തെ. ഈ 13 എന്ന് പറഞ്ഞ നമ്പറിന് അർത്ഥം എന്തുവാ? റിബല്യൻ. ഈ നിമ്രോദ്, ഈ നമ്പറുകൾക്കൊക്കെ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അർത്ഥമാണ്. നിമ്രോദ് വന്ന് ഇവൻ ദൈവത്തിനെതിരെ മറുതലിക്കുകയായിരുന്നു. ദൈവം ആദമിന് കൊടുത്ത ഒരു അനുഗ്രഹമായിരുന്നു, നിങ്ങൾ ഭൂമിയൊക്കെയും പോയി സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറഞ്ഞോളാൻ. ദൈവം തന്ന അനുഗ്രഹമാണ്. പക്ഷേ ഈ നിമ്രോദ് പറഞ്ഞു, നിങ്ങളെങ്ങും ഭൂമി പോണ്ട കേട്ടോ, നിങ്ങളെങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോണ്ട. ദൈവം അങ്ങനെയൊക്കെ പറയും. ഇനി ഞാൻ അവിടെ തെളിയിച്ചു തരാം. ദൈവം അങ്ങനെയൊക്കെ പറയും, നിങ്ങളെങ്ങും പോണ്ട, നമ്മളെല്ലാം കൂടി ഇവിടെ അങ്ങ് കൂടുക. ഇവിടെ കൂടി ഇവിടെ ഒരു വലിയൊരു കോട്ട അങ്ങ് പണിയാം, ഒരു പട്ടണം പണിയാം. എന്നിട്ട് ഇനി മേലിൽ നമ്മുടെ പിതാവായ പൂർവ്വപിതാവായ നോഹയുടെ കാലത്ത് നമ്മുടെ വല്യപ്പന്മാരെയെല്ലാം ദൈവം മഴ പെയ്ത് കൊന്നു കളഞ്ഞതുപോലെ ഇനി മേലിൽ ഈ ദൈവം കൊല്ലാതിരിക്കാൻ മേഘങ്ങളുടെ മീതെ നമുക്കൊരു കോട്ട പണിയാം. ഒരു മേഘങ്ങളുടെ മീതെ വരെ എത്തുന്ന ഒരു ഗോപുരം പണിയാം. മേഘങ്ങളുടെ മീതെ വരെ ഗോപുരം പണിയാവുന്നു. എന്തോ ഈ പുള്ളി പറഞ്ഞേ എന്ന് വെച്ചാൽ, മഴ ഇനി നമ്മുടെ പിതാക്കന്മാരെ കൊന്ന പോലെ നമ്മളെ കൊല്ലല്ല. ഇനി എങ്ങും പോകുകയും വേണ്ട, ഇനി നമ്മൾ ഇവിടെ തന്നെ താമസിക്കാം, ഇവിടെ വലിയൊരു പട്ടണം പണിയാം, ആകാശം മുട്ടയുള്ള വലിയൊരു ഗോപുരം പണിയാം. ഇനി മഴ വന്നാൽ നമ്മുടെ പിതാക്കന്മാരെ നശിപ്പിച്ചതുപോലെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ, ഭയങ്കര ഗംഭീരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോട്ട പണിയാൻ ഇവൻ തെരഞ്ഞെടുത്തത് ഷീനാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏത് സ്ഥലമാണ്? എല്ലാവരും കൂടെ ഒന്ന് പറയും കൂടെ ചെയ്തേ, മറക്കത്തില്ല കേട്ടോ. ഷീനാർ എന്ന് പറഞ്ഞ സ്ഥലം. ഷീനാർ, ഈ സ്ഥലം ഒന്ന് എഴുതി വെച്ചോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഷീനാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഷീനാറിൽ കോട്ട പണിയാൻ എന്തോ ചെയ്യാനാ? ആകാശം മുട്ടയുള്ള കോട്ട. നിങ്ങൾക്കറിയാം, ഇത്രയും ടെക്നോളജി ഉള്ള ഇന്നത്തെ 2024 അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഏതാണെന്നറിയാമോ? ബുർജ് ഖലീഫ. എത്ര ഉയരം ഉണ്ടെന്നറിയാമോ? 1 കിലോമീറ്ററിന് താഴെ 950 മീറ്ററുള്ള അതിൻ്റെ ഉയരം. ഇത്രയും ടെക്നോളജി വെച്ച് പണിതിട്ട് ബുർജ് ഖലീഫ ഏറ്റവും വലുത്. അതിന് 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. മഴമേഘങ്ങളുടെ മേളിൽ പോകണമെങ്കിൽ 4 കിലോമീറ്റർ പോകണം. 4 കിലോമീറ്റർ ഉയരത്തിൽ പോകണം. മഴമേഘങ്ങളുടെ മേളിൽ പോകണമെങ്കിൽ മിനിമം 4 കിലോമീറ്റർ. അവൻ പറഞ്ഞ വേർഡ് എന്തുവാ? നിമ്രോദ് പറഞ്ഞ വേർഡ് എന്തുവാ? ആകാശം മുട്ട ഒരു ഇതുണ്ടാക്കുമെന്ന്. എന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇനി നമ്മുടെ പിതാക്കന്മാരെ നശിപ്പിച്ചതുപോലെ നമ്മളെ. അപ്പം 4 കിലോമീറ്റർ ഉയരത്തിൽ മുട്ടുന്ന അതിൻ്റെ മേളി പണിയാൻ ഇവൻ ശ്രമിക്കണമെങ്കിൽ ഇവൻ അതിനുള്ള ടെക്നോളജിയും അതിനുള്ള ഐഡിയയും അതിനുള്ള കരുത്തും ഇതെല്ലാം നൽകിയത് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിയോ, പൈശാചിക ശക്തികളായിരിക്കും കേട്ടോ. വീണുപോയ ദൈവത്തിനെതിരെ റിബൽ ചെയ്യുന്ന ഒന്നുണ്ടോ, അത് പൈശാചിക ശക്തികളുടെ പൂർണ്ണ ഇൻഫ്ലുവൻസ് നിമിത്തം കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവൻ 4 കിലോമീറ്റർ പണിയാൻ തുടങ്ങി. പശമണ്ണ് ഇഷ്ടിയ ഉപയോഗിച്ച് പണിയാൻ തുടങ്ങി. ഇവൻ്റെ പണി അങ്ങോട്ട് കയറി. ദൈവം ഈ കോട്ട കാണാൻ ഇറങ്ങി വന്ന് എന്തോ പറ്റുന്നത്? ഇവൻ്റെ ഭാഷയെ ദൈവം മൊത്തം കലക്കിക്കളഞ്ഞു. അപ്പം ഇവൻ എവിടെയാ കോട്ട പണിയാൻ തുടങ്ങിയേ? ആ സ്ഥലം നിങ്ങൾ മറക്കല്ല. എവിടെയാ? ഷീനാർ എന്ന സ്ഥലത്ത്. നിങ്ങൾ അവിടം തൊട്ടൊന്ന് പഠിച്ചു നോക്കിക്കോ. ഇന്ന് ഭൂമിയിൽ എവിടെയൊക്കെ പൈശാചിക മണ്ഡലം ചിതറിപ്പോയിട്ടുണ്ടോ, അല്ലെ എവിടെയൊക്കെ ഉണ്ടോ, ബാംഗ്ലൂരിൽ കൊത്തന്നൂരിലുള്ള സാധനം ഉൾപ്പെടെ കേട്ടോ, ബാംഗ്ലൂരിൽ കൊത്തന്നൂരിൽ ഉൾപ്പെടെ സാധനം ഉൾപ്പെടെ ഭൂമിയിൽ എവിടൊക്കെ പൈശാചിക മണ്ഡലം ചിതറിപ്പോയിട്ടുണ്ടോ അത് മൊത്തം വന്നേക്കുന്ന ഷീനാറിന്നാണ് കേട്ടോ. നിങ്ങളോർക്ക് ഞാൻ ചുമ്മാത് സുബോധമില്ലാതെ പറയുന്നല്ല കേട്ടോ. മൊത്തം സാധനം വന്നേക്കുന്നത് എവിടുന്ന? ഷീനാറിന്നാണ് വന്നേക്കുന്നത്. ഈ ഷീനാറിൽ കോട്ട പണിയാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവൻ്റെ പണി ചിതറിപ്പോയി. ഒരാൾ പശമണ്ണ് ചോദിക്കുമ്പോൾ വേറെ ഒരുത്തൻ വെള്ളം എടുത്തു കൊടുത്തു. എല്ലാം ആകെപ്പാട്ടെ ബഹളമായി, ഭാഷ കലങ്ങിപ്പോയി, എല്ലാം അവിടെ വെച്ച് എല്ലാം പിരിഞ്ഞുപോയി. നിങ്ങൾ ബൈബിൾ അങ്ങോട്ട് എഫെസോസിലുള്ളതും ഇന്ത്യയിൽ വന്നതും ഈജിപ്തിൽ പോയതും ഇങ്ങനെ ആഫ്രിക്ക പോയതും എല്ലാ രാജ്യത്ത് പോയ ദുരാത്മാക്കളുടെ മൊത്തം പോയത് ഇവിടുന്ന. ഇതായിരുന്നു കേന്ദ്രം
ഷീനാർ എന്ന് പറഞ്ഞ സ്ഥലം ബൈബിളിനകത്ത് ഭയങ്കര ഒരു കേന്ദ്രമാണ് കേട്ടോ. ഇന്നും ഇസ്രയേലിനെ 2023 ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഷീനാറി എന്നുള്ള പ്രശ്നം. പക്ഷേ ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ജിയോഗ്രാഫിക്കൽ വേറെയാണ്, അത്രേ ഉള്ളൂ പ്രശ്നം. പണ്ടത്തെ പേരായിരുന്നു ഷീനാർ, ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് വേറെ, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഷീനാറിൽ നിന്ന് ഉള്ള പ്രശ്നം മൊത്തം ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്, നാളെ വരാൻ പോകുന്നത് കേട്ടോ. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തുടങ്ങാം. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ മത്സരിച്ച ഈ ഒരു നിമ്രോദ് കേട്ടോ, ഇവൻ്റെയാണ് ഭാര്യ ഹമീറ ബീബിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യമായി തമ്മൂസും ഹമീറ ബീബിയും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളായി മാറിയത് കേട്ടോ, ഒത്തിരി കാര്യങ്ങളായി മാറിയത്. ഇവിടുന്ന് നിങ്ങൾ കേട്ടുണ്ടായിരിക്കാം തമ്മൂസിനെ കുറിച്ചും ഹമീറ ബീബി എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളല്ല. ഇതെല്ലാം പോയിക്കുന്നത് ഇവിടുന്നാ കേട്ടോ, ഇവിടുന്നാ പോയിക്കുന്നത്. ഇവൻ സൂര്യദേവനായെന്നും ഇത് പല രീതികളിൽ പല രാജ്യത്ത് പോയി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. പോട്ടെ, ഇവന് ഈ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഈ പൈശാചിക മണ്ഡലത്തിൻ്റെ ഇൻഫ്ലുവൻസ് നിമിത്തം അതിൻ്റെ കൂടെ കൂടിയത് മൊത്തത്തെ എണ്ണത്തെയും ഇവൻ്റെ പണിയെ ദൈവം തെറ്റിച്ചെങ്കിലും, ഇവൻ്റെ പണി നടക്കാതെ പോയെങ്കിലും, ആ കോട്ടയ്ക്ക് പറയുന്ന പേരെന്തോന്നറിയോ? ബാബേൽ കോട്ട. ഏത് സ്ഥലമായിരുന്നു? ഒരിക്കൽ കൂടെ, ഷീനാർ. ആ കോട്ടയ്ക്ക് പറയുന്ന പേരെന്തുവാ? കോട്ടയ്ക്ക് പറയുന്ന പേര് ബാബേൽ കോട്ട. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത് ഇത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. ബാബേൽ കോട്ട. ഇവിടെ നിന്നോണ്ട് ഇവൻ പിന്നീട് പൈശാചിക ഇൻഫ്ലുവൻസ് നിമിത്തം ജാതികൾ തിരിഞ്ഞല്ലോ, ഈ ജാതികളെ മൊത്തം ദൈവത്തിൽ നിന്ന് അകറ്റി വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും മന്ത്രവാദത്തിലേക്കും മ്ലേച്ഛതയിലേക്കും ഇരുട്ടിനകത്തേക്കും പിശാച് തെളിവിട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ നാളുകൾ തലമുറ പോയി. ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് എന്തുവായിരുന്നു? ഭൂമി മൊത്തം നിറയണം, ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിശുദ്ധ തലമുറ എഴുന്നേൽക്കണം. ആ പ്രൊജക്റ്റ് കിടക്കുക. ഇങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന കാലത്ത് ദൈവത്തിനെതിരെ തിരിഞ്ഞ ആ സ്ഥലത്തുനിന്ന് തന്നെ കേട്ടോ ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു തേരഹിനും പിതൃപാരമ്പര്യമായിട്ടുണ്ടായത്. ഏത് സ്ഥലമാ? ഷീനാർ കേട്ടോ. ഊറെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അബ്രഹാമിനെ വിളിക്കുന്നുണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഷീനാറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാ കേട്ടോ. ഇവിടോട്ട് ദൈവത്തിനെതിരെ തിരിഞ്ഞ ഈ സ്ഥലത്തേക്ക് തമ്പുരാൻ തേജോമനായ ദൈവം ഒരു ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവന് വേണ്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ തൊട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ചരിത്രങ്ങൾ ബൈബിളിൽ നിന്ന് ആഴമായിട്ട് കിട്ടുന്നത്. അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് നീ ഒന്ന് പോകണം. അതിനു വേണ്ടി നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെ മൊത്തം പേരെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്കൊന്ന് പോകണം. അബ്രഹാം ഇതെല്ലാം വിട്ടു അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അബ്രഹാമിന് തേജോമനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാമോട്ട് ഇറങ്ങിത്തിരിച്ചു. നിങ്ങൾ ഓർത്തോണേ, അബ്രഹാമിനെ ഒരു വസ്തു കൊടുക്കാമെന്നോ ഒരു ലാൻഡ് കൊടുക്കാമെന്നോ അല്ലെ അല്പം ഒരു ബ്ലെസ്സിങ് കൊടുക്കാമെന്നുള്ളത് കൊണ്ടല്ല. നിനക്ക് ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, അതുകൊണ്ട് നിന്നെ ഞാൻ വിളിച്ചിറക്കി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്കാം. അങ്ങനല്ല വേർഡിൻ്റെ അർത്ഥം. നിന്നിൽ കൂടെ ആദം നഷ്ടമാക്കിയ എൻ്റെ ഇറ്റേണൽ പദ്ധതികൾ ഞാൻ നിന്നിൽ കൂടെ തുടങ്ങാൻ പോവാ. പക്ഷെ ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, എന്നെ അനുസരിച്ചാൽ മതി. ഓ, ഇതിനകത്തും ഇവിടിരിക്കുന്ന ദൈവമക്കൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണേ, ദൈവത്തെ അനുസരിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം ഒരു തലമുറ കൊണ്ട് ഒന്ന് പറഞ്ഞേ തീരുന്നതല്ല. തലമുറ കഴിഞ്ഞാലും നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ തീരാത്ത നന്മകൾ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം തുറന്നു തരും. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നന്ദി പറഞ്ഞേ. എൻ്റെ ലൈഫിൽ നിന്ന് ഉദാഹരണങ്ങൾ സഹിതമൊക്കെ പറഞ്ഞു പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് പുറകെ എൻ്റെ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒന്നിൽ റെയിൽവേ പോകണം അല്ലെ മിലിറ്ററി പോകണം. ഈ രണ്ടിനും പോകാനുള്ള ആഗ്രഹം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ റെയിൽവേയിലും മിലിറ്ററിയിലും ചേരാനൊന്നുമല്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അത്രേ ഉള്ളൂ ആഗ്രഹം. എവിടെയെങ്കിലും പോയി സ്റ്റേറ്റിൽ പോയി റെയിൽവേക്ക് വേണ്ടിയോ ആർമിക്ക് വേണ്ടിയോ പോയി കളിക്കുക എന്നുള്ള ഒരു ഇതാണ്. സോ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ആർമിയുടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നു. റേഡിയോ ഓപ്പറേറ്ററായിട്ട്, വയർലെസ് ഓപ്പറേറ്ററായിട്ട് നല്ലൊരു പോസ്റ്റ് കിട്ടി. അപ്പം എൻ്റെ ഫാദർ മിലിറ്ററി കൂടെ ആയതുകൊണ്ട് എനിക്കൊരു നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, എനിക്ക് മിലിറ്ററിയിൽ ഇങ്ങനെ ഒരു റേഡിയോ ഓപ്പറേറ്ററായിട്ട് കിട്ടുക, ഫസ്റ്റ് ഒരു പോസ്റ്റ് തന്നെ ഒരു നല്ലൊരു പോസ്റ്റാണ്, അപ്പം സിഗ്നൽസ് എന്നൊക്കെ പറഞ്ഞു.
എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു എക്സാം എഴുതാനുള്ള ഒരു കാർഡും കിട്ടി. ഞാൻ ചെന്ന് അവിടെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് അവിടെ ഉള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇങ്ങ് പോന്നാൽ മതി, നിൻ്റെ ഫാദർ മിലിറ്ററിയിലാണ്, ഞാൻ കയറ്റി വിട്ടോളാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒത്തിരിക്കുക, അങ്ങനെ വലിയ പ്രതീക്ഷയിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നൊരു ദൈവദാസനോട് ചോദിച്ചു, പാസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, എക്സാം എഴുതാൻ പോവാ. പാസ്റ്റർ എടുത്ത വാലിന്ന് പറഞ്ഞു, നീ പോകണ്ടെന്ന് പറഞ്ഞു, നീ പോകണ്ടെന്ന് പറഞ്ഞു, നീ ഇതിന് പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ ദൈവം പറഞ്ഞ ആലോചനയായിട്ട് കേട്ടത് കൊണ്ട് ഞാൻ വെളിയിലോട്ട്, ആ ഗേറ്റിന് വെളിയിലോട്ടിറങ്ങി ആ ഇൻ്റർവ്യൂ കാർഡ് കീറിക്കളഞ്ഞു. എൻ്റെ ഫാദറിനോട് ഇത് പറഞ്ഞിട്ട് എൻ്റെ ഫാദർ എന്നെ പറയാൻ പറ്റാത്ത ഒന്നുമില്ല. മൊത്തം എന്നോട് പറഞ്ഞു, നിനക്ക് എന്തുവായിരുന്നു, ഇതായിരുന്നു, നല്ലായിരുന്നു, ആർമി ചെന്ന് ഒത്തിരി വഴക്കെന്നെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാനതങ്ങ് നഷ്ടമാക്കി കേട്ടോ. ദൈവം പറഞ്ഞ വാക്കായിട്ട് നഷ്ടമാക്കി. പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കർത്താവ് എൻ്റെ ഉള്ളിൽ വലിയൊരു ബോധ്യം തന്നു. നീ എൻ്റെ നാമത്തിന് വേണ്ടി എൻ്റെ വാക്കനുസരിച്ച് നീ ഇന്ത്യൻ ആർമിയുടെ ഒരു കാര്യം കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്വർഗീയ ആർമിക്കകത്ത് അങ്ങ് എടുക്കുക. അതിനുശേഷമല്ല, ആ സമയത്ത് ആ തമ്പുരാനോട് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു വിഷയം പറയാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മറന്നുപോയോ? ഇന്നും അത് പറയണോ? സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു വിഷയം, ഭയങ്കര മിലിറ്ററി പവർ പോലുള്ളൊരു സാധനമാണ്. കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ സ്വതന്ത്രം പറഞ്ഞേ അല്ലേ? ദൈവനോട് പറയാ, നിന്നെ ഞാൻ എൻ്റെ സ്വർഗീയ ആർമിക്കകത്ത് എടുത്തേക്കാം. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ നിങ്ങളുടെ എത്ര വർഷമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക? ഇപ്പം 2011 തൊട്ട് ഒരു ബുക്ക് എഴുതി, ഇപ്പോൾ 2ാമത്തെ ബുക്ക് എഴുതാൻ പോവാം. തീരുന്നില്ല, പ്രസംഗിച്ച് കഴിഞ്ഞാൽ തീരുന്നില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമെന്നുണ്ട് വീണ്ടും കർത്താവിനോട് പുതിയ കാര്യങ്ങൾ പറയാം, സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനെ കുറിച്ച്. തീരുന്നില്ല. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ. ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നീ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ കൊണ്ട് അനുഗ്രഹം തീരത്തില്ല കേട്ടോ. ആയുസ് കഴിഞ്ഞാലും തീരാത്തതുപോലെ ദൈവത്തിൻ്റെ നന്മ അവനോടുള്ള അനുസരണത്തിൽ അവൻ തുറന്നു തരും. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാൻ പറ്റുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. അബ്രഹാം ദൈവത്തിൻ്റെ വാക്കങ്ങ് അനുസരിച്ച് ഇറങ്ങി കേട്ടോ. അവിടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അബ്രഹാമിന് ഫസ്റ്റ് എബ്രായൻ എന്നുള്ള വാക്ക് വരുന്നത് കേട്ടോ. എബ്രായൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വരുന്നത് അബ്രഹാമിന. ഞാൻ ഇന്ന് ആ വാക്കുകളിലൊന്നും നിൽക്കാതെ നമുക്ക് യുദ്ധത്തിൻ്റെ ആ കാര്യങ്ങളിലേക്കൊന്ന് ഓടി വരണമെന്നും കൂടെ ഓർക്കുക. ഓക്കെ, റൈറ്റ്. അല്പ ചരിത്രങ്ങളും കൂടെ നമുക്കൊന്ന് ചിന്തിക്കുകയോടെ ചെയ്യാം. അങ്ങോട്ട് അബ്രഹാമിനോട് കൊണ്ട് വിളിച്ചു. അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ദൈവവചനം അറിയാവുന്ന ദൈവമക്കളല്ലേ. അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? ഉറക്കെ പറഞ്ഞേ, കറക്റ്റാ? 75. എൻ്റെ ദൈവം, എന്തോ സംശയമാണ്. 75 വയസ്സ്. അബ്രഹാമിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 75 വയസ്സ് അല്ലേ? 75 വയസ്സിൽ അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിനോട്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഈ തലമുറയിൽ ഞാൻ നിന്നിൽ കൂടെ എൻ്റെ പദ്ധതി കൊണ്ടുവരാൻ പോവാ കേട്ടോ. അപ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ പദ്ധതി ഘട്ടം ഘട്ടമായിട്ട് അങ്ങോട്ട് ഓപ്പണായി കൊടുക്കുക. തൻ്റെ പുത്രനായ യേശു കർത്താവും വെളിപ്പെടേണ്ടത്, ഭൂമിയിൽ വരേണ്ടത് ഏത് ജാതിയിൽ കൂടാ? ഒന്ന് പറഞ്ഞേ, ഏത് ജാതിയിൽ കൂടാ വെളിപ്പെടേണ്ടത്? അബ്രഹാമിൻ്റെ സന്തതികൾ കൂടെ വെളിപ്പെടേണ്ടേ കേട്ടോ. അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവത്തിന് ഭയങ്കര പദ്ധതി അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് ഇറങ്ങി വരിക. അബ്രഹാമിന് 10 വർഷം കഴിഞ്ഞു, 85 വയസ്സെത്തി. അബ്രഹാമിനോട് ദൈവം ഒരു കവനന്റ് ചെയ്തു കേട്ടോ. അബ്രഹാമിൻ്റെ കൂടെയുള്ള ദൈവത്തിനൊരു കവനന്റ് ചെയ്തു. അബ്രഹാമിനോട് കവനന്റ് ചെയ്തിട്ട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് തരാൻ പോകുന്ന സ്ഥലം, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ ഈ വേർഡ് ഭയങ്കര ആഴത്തിൽ കേൾക്കണം കേട്ടോ. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സ്ഥലം എവിടെ തൊട്ട് എവിടെ വരെയാന്ന് ദൈവം ഒരു ഉടമ്പടി ചെയ്യുക. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതികളെ, 85 വയസ്സേ ഉള്ളൂ പുള്ളിക്ക്, നിന്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ നിന്റെ സന്തതികളെ എണ്ണാം. കടൽ തീരത്തെ മണ്ണിനെ എണ്ണാൻ പറ്റുവാണെങ്കിൽ നിന്റെ സന്തതികളെ എണ്ണാം. അത് എണ്ണാൻ പറ്റത്തില്ല, അതുപോലെ ആയിരിക്കും നിന്റെ സന്തതികൾ. ഞാൻ ഇതുപോലെ വർദ്ധിച്ച് നിന്നെ പെരുക്കും കേട്ടോ എന്ന് പറഞ്ഞ് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി അബ്രഹാമിനോട് ചെയ്യുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അബ്രഹാമിൻ്റെ ഉടമ്പടി ചെയ്തിട്ട് ദൈവം എവിടം തൊട്ട് എവിടെ വരെ അബ്രഹാമിന് കൊടുക്കാൻ പോകുന്ന സ്ഥലമെന്ന് ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഒന്നെടുത്തേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അബ്രഹാമിന് ദൈവം എവിടം തൊട്ട് എവിടെ വരെയുള്ള സ്ഥലമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചേ.
നിന്റെ സന്തതിക്ക്. കേട്ടോ, അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. അവിടെ ചെയ്യുന്നത് കവനന്റാ. നിയമം എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്തോന്നറിയാമോ? കവനന്റ്. ഒന്ന് പറഞ്ഞേ ദൈവമക്കൾ എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എന്തുവാ കവനന്റ്? ഇവർക്ക് പിള്ളേർക്ക് മലയാളം ശരിക്കും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അവർ പറയാതെ. അറ്റ്ലീസ്റ്റ് മലയാളം മനസ്സിലാകുന്നവരെങ്കിലും പറ. എന്തുവാ വേർഡിന്റെ അർത്ഥം? എന്തുവാ? കവനന്റ്. ഒരു ഉടമ്പടി ചെയ്യുക. ഉടമ്പടി ചെയ്തിട്ട് ദൈവം പറഞ്ഞു, എവിടെ തൊട്ട എവിടെ വരെയുള്ള സ്ഥലമാണ് നിനക്ക് തരാൻ പോകുന്നത്? വായിച്ചോ. മിസ്രൈം നദി. മിസ്രൈം നദി. മിസ്രൈം നദി എന്ന് പറഞ്ഞാൽ ഏത് നദിയാണെന്നറിയാമോ? നൈല് തൊട്ട്. നൈല് തൊട്ട്. ഓർത്തോ, ജിയോഗ്രാഫി അറിയാവുന്നവർ, ഭൂമിശാസ്ത്രത്തിന്റെ പടം എവിടെയെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിൽ ഓർത്തോ. നൈല് തൊട്ട്. വായിച്ചോ. ഫ്രാത്ത് നദി. 2 നദികൾ. ഈ ഫ്രാത്ത് നദി എവിടെ? ഫ്രാത്ത് നദി എവിടെ ഇന്നുള്ളതെന്നറിയാമോ? അത് ഷീനാറിൻ്റെ സ്ഥലമാണ്. പക്ഷെ ഇന്നത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ സ്ഥലമാണ്. കേട്ടോ, ഇറാൻ്റെയും ഇറാഖിൻ്റെ സ്ഥലമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് ചെറുതാ. കേട്ടോ, ഇന്ന് ചെറുതാ ഉള്ളത്. പക്ഷേ ഫ്രാത്ത് കിടക്കുന്ന ഇപ്പുറത്താ, ഇറാൻ്റെ അടുക്കലാണ് കിടക്കുന്നത്. ഇറാനിൽ കൂടെയാണ് കിടക്കുന്നത്. കേട്ടോ, മിസ്രൈമ്യ മഹാനദി എന്ന് പറഞ്ഞാൽ എവിടാണെന്നറിയാമോ? മിസ്രൈമ്യ നദി എന്ന് പറഞ്ഞാൽ നൈൽ നദി. ഇന്നത്തെ സൂയസ് കനാലിൻ്റെ അപ്പുറം. അയ്യോ കർത്താവേ സ്തോത്രം. എവിടെയാ? സൂയസ് കനാലിൻ്റെ അപ്പുറം. അവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളത്. കേട്ടോ, വായിച്ചു. ഇന്ന് കുറേ ജാതികളുടെ പേര് പറയാം. ആ ആ ആ അവിടെ കുറച്ച് ജാതികളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. കേട്ടോ, കുറച്ച് ജാതികളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. യോശുവയുടെ കാലം വരുമ്പോഴത്തേക്കിന് 165 ജാതികളുണ്ട്. എത്ര ജാതികളുണ്ട്? 165 ജാതികൾ. കേട്ടോ, അപ്പോൾ ഇത്രയും സ്ഥലം നോക്കാം. എവിടെ തൊട്ട് എവിടെ വരെയാ? മിസ്രൈമ്യ നദി തൊട്ട് മഹാനദിയായ ഫ്രാത്ത് വരെ. എത്ര സ്ക്വയർ മൈൽ ഉണ്ടെന്നറിയാമോ? നിങ്ങൾ എഴുതി വെച്ചു. 3 ലക്ഷം സ്ക്വയർ മൈല ദൈവം അബ്രഹാമിന് ഓഫർ ചെയ്തേ. എത്ര? 3. ഉറക്കൊന്ന് പറഞ്ഞേ. 3 ലക്ഷം സ്ക്വയർ മൈൽ ദൈവം ഓഫർ ചെയ്തത്. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക്, നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, ഇത് ഞാൻ നിനക്ക് തന്നേക്കുക. നീ എങ്ങനെ ഇത് പിടിക്കണമെന്നറിയാമോ? അവിടെ തരുമെന്നല്ല പറഞ്ഞേക്കുന്നേ, ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ബൈബിൾ വായിച്ചു നോക്കിയോ. ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. പക്ഷേ നീ ഇതെങ്ങനെ പിടിക്കേണ്ടതെന്നറിയാമോ? നീ ദേശം നെടുകയും കുറുകയും നടന്ന് കണ്ണു തുറന്ന് നോക്കി. കേട്ടോ, നീ ദേശം എന്ത് ചെയ്യണം? പറഞ്ഞേ നെടുകയും കുറുകയും നടക്കണം. ബൈബിളിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ദൈവ ശബ്ദം കേട്ടപ്പം പാരമ്പര്യ കെട്ടിൽ നിന്ന് അതിനെ പൊട്ടിച്ച് പുറത്തു വന്ന അബ്രഹാമേ, നിന്റെ കാലുകൾ ചലിച്ചല്ലോ. കേട്ടോ, എബ്രായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ. പിതാക്കന്മാർ വെച്ച അതിര് കടന്നവൻ എന്നാ എബ്രായ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അതെപ്പോഴെങ്കിലും ഞാൻ പറയാം. എനിക്കൊന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നത്. കേട്ടോ, അബ്രഹാമിന് ഇവിടെ ഊമവിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുമ്പം തേജോമനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പം എൻ്റെ പിതാവ് ഓർക്കുമോ അപ്പൻ ഓർക്കുമോ ഇങ്ങനെ ഓർത്തോണ്ടിരുന്നില്ല. പുള്ളി ഇതെല്ലാം കേട്ടിട്ട് ദൈവശബ്ദം കേട്ടപ്പോൾ എന്തോ എന്നറിയാം? കാലു വെച്ചു, വെളി വന്നു. ഇങ്ങോട്ട് വെളി വന്നപ്പം ദൈവം അബ്രഹാമിൻ്റെ കാലിനൊരു അനുഗ്രഹം കൊടുത്തു. അബ്രഹാമിൻ്റെ തലയ്ക്ക് മാത്രമല്ല അനുഗ്രഹം കൊടുത്തേ, അബ്രഹാമിൻ്റെ കാലിനൊരു അനുഗ്രഹം കൊടുത്തു. എന്തോ കാലെ കെട്ടി അനുഗ്രഹം എന്നറിയാമോ? നിന്റെ ഉള്ളംകാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തന്നേക്കാം. നിന്റെ ഉള്ളംകാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തന്നേക്കാം. അബ്രഹാമിന് ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, നീ നെടുകയും കുറുകയും നടന്ന് ദേശത്തെ ചവിട്ടിപ്പിടിച്ചു. നീ ചവിട്ടുന്ന ദേശം ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. എനിക്ക് മനസ്സിലായി നിങ്ങൾ ചവിട്ടാത്തതുകൊണ്ടാണ് പറയാനും ബുദ്ധിമുട്ടെന്ന് അല്ലേ. നിങ്ങൾ ചവിട്ടുന്ന ദേശം, ഉള്ളംകാലി ചവിട്ടുന്ന ദേശം, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് തൊട്ട്, ഇത് ദൈവവചനമായതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ഇറങ്ങി ദേശത്തെ കാല് ചവിട്ടി പ്രാർത്ഥിക്കണം. കേട്ടോ, ദേശത്തെ കാല് ചവിട്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ ദേശം യേശുവിനാകട്ടെ, ഈ ദേശം ദൈവസഭയ്ക്കാകട്ടെ, ഈ ദേശം കർത്താവിൻ്റെ വകയാകട്ടെ എന്ന് കാല് ചവിട്ടി പ്രാർത്ഥിക്കണം. അബ്രഹാമിന് 3 ലക്ഷം സ്ക്വയർ മൈൽ കണ്ട് നടന്നാൽ തീരുവോ? അബ്രഹാമിന് ദൈവം പറഞ്ഞു, നീ എന്നെ നടന്നിട്ട് തീരുന്നില്ല, നോക്കിയോളാൻ പറഞ്ഞു. കണ്ണെത്തി നോക്കിക്കോ, നീ കാണുന്ന ഈ ദേശം ഉണ്ടല്ലോ, നോക്കിയോളാൻ പറഞ്ഞു. പക്ഷെ അബ്രഹാം കുറേയൊക്കെ നോക്കുകയും ചവിട്ടുകയും ചെയ്തു. എന്നിട്ട് പുള്ളി നേരെ വന്ന് മമ്രയുടെ തോപ്പി വന്ന്
പുള്ളി അവിടെ അങ്ങ് ഇരുന്ന് കൂടാരം അടിച്ച് അവിടെ അങ്ങ് താമസം തുടങ്ങി. നടക്കാൻ വിട്ടുപോയി. ബാക്കി സ്ഥലം എന്തോ പറ്റിയെന്നറിയാമോ? നടക്കാൻ വിട്ടുപോയി. എത്ര സ്ഥലമാണ് ദൈവം ഓഫർ ചെയ്തേ? എവിടെ തൊട്ട് എവിടെ വരെയാ ദൈവവചനത്തിൽ പറഞ്ഞേക്കുന്നേ? മിസ്രൈമ്യ നദി തൊട്ട് ഫ്രാത്ത് മഹാനദി വരെ. പക്ഷെ ഇവന്റെ കൊച്ചുമക്കൾ വന്നപ്പോൾ എത്ര കിട്ടിയെന്നറിയാമോ? 8500 സ്ക്വയർ മൈൽ. എത്ര കിട്ടി? 8500 സ്ക്വയർ മൈലേ ഇപ്പൊ ഇസ്രായേൽ ഉള്ളൂ. എത്ര ദൈവം ഓഫർ ചെയ്തേ? ഭയങ്കരോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എത്ര ദൈവം ഓഫർ ചെയ്തേ? 3 ലക്ഷം സ്ക്വയർ മൈൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. പക്ഷെ അബ്രഹാം നടക്കാൻ വിട്ടുപോയി. പിന്നീട് വന്ന തലമുറ നടന്നാ മതിയായിരുന്നു. പക്ഷെ നടന്നില്ല. അവസാനം അബ്രഹാം നടന്നതും ദൈവം പിന്നീട് ഇവർ പിടിച്ചടക്കിയ ദേശം മാത്രം കൊടുത്തു. എത്ര ഉണ്ടായിരുന്നു ഇന്നത്? 8500 സ്ക്വയർ മൈൽ. അതാ ഇന്നത്തെ ഇസ്രയേൽ കേട്ടോ. ബാക്കി എന്തിയേ? ബാക്കി ഒരു സൈഡ് ജോർഡാൻ, അപ്പുറത്തെ ഇറാന്, ഇറാഖ്, ഇങ്ങോട്ട് സൗദി അറേബ്യ, ഇപ്പുറത്തെ ഈജിപ്റ്റ് അവർ കൊണ്ടുപോയി. ഇത് എന്തുകൊണ്ടാണ് ഇസ്രയേലിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? കാരണം ഇതൊരു പൊളിറ്റിക്കൽ വാർ അല്ല, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ കേട്ടോ. ഇതൊരു പൊളിറ്റിക്കൽ വാർ അല്ല. ഞാൻ അതിൻ്റെ ചരിത്രം പറഞ്ഞു വരിക. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ഇതെന്താ ഇഷ്യൂവാ ശരിക്കുള്ളത്? നിങ്ങൾ മിണ്ടുന്നില്ല, മനസ്സിലാകാത്തതാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ വാർഫെയർ. ദൈവമക്കളെ, നിങ്ങളുടെ ലൈഫിലും സ്പിരിച്വൽ വാർഫെയറിൽ നിങ്ങൾ ഇറങ്ങണം. ഇറങ്ങി ചിലതിനെ പിടിക്കാതെ നമുക്ക് വളർച്ച കിട്ടത്തില്ല. ഓഫറുണ്ട്. നമുക്ക് ദൈവം പ്രോമിസ് തന്നിരിക്കുക. പക്ഷെ എത്ര പേര് ഇറങ്ങും കേട്ടോ? ഇത് ദൈവോധനത്തിൽ കൂടെ പറയുക. കോട്ടെ, മുന്നോട്ട് വരാം. അബ്രഹാമിന് ഇന്നത്തെക്കാട്ടിലും 3500 വർഷങ്ങൾക്ക് പുറകെ അബ്രഹാമിന് ദൈവം ഓഫർ ചെയ്ത ഈ സ്ഥലമായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതികളെ, പിന്നെ അബ്രഹാമിനെ ഇസഹാക്കിൽ നിന്ന് യാക്കോബിൽ നിന്നുകൊണ്ട് 12 ഗോത്രം. അവിടുന്ന് ദൈവം അവരെ 70 പേരായിട്ട് അവരെ ഈജിപ്തിൽ കൊണ്ടുവന്നു. ഈജിപ്തിൽ കൊണ്ടും ദൈവം അവരെ വർദ്ധിപ്പിച്ചു. ഭയങ്കരമായിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അങ്ങ് വർദ്ധിപ്പിച്ചു. ഇവർക്ക് ദൈവം പിന്നീട് അവിടം തൊട്ട് ഇവരുടെ അടിമത്തം കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിന്റെ സന്തതികളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ദൈവം അബ്രഹാം പിടിച്ചടക്കിയ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ചരിത്രമാണ് നമ്മളെല്ലാം പഠിച്ചേക്കുന്നത് കേട്ടോ. ദൈവം കൊണ്ടുവന്ന് ഇപ്പോൾ ഉള്ള ആ ദേശത്ത് ഇവരെ കൊണ്ടുവന്നാക്കുന്ന ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട്. ഇനി ഞാൻ അവിടെ നിന്നുള്ള ചരിത്രങ്ങളിൽ നിന്ന് മാറ്റി യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഇവരെന്നവിടെ വന്നോ അന്ന് തൊട്ട് ഇവർക്കെതിരെ പ്രശ്നം. ഇവരോട് ഒരു പ്രശ്നം ഇല്ലാത്തവർ പോലും പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്നറിയാമോ? കാരണം പൈശാചിക ഇൻഫ്ലുവൻസിനകത്തുള്ളവരെല്ലാം എന്നും ഇസ്രായേൽ അവർക്ക് ഭാരമുള്ള കല്ല. കേൾക്കുന്നുണ്ടോ? പൈശാചിക ഇൻഫ്ലുവൻസിലുള്ളവരെല്ലാം എല്ലാ വർഷവും അവർക്കെന്നും ഇസ്രായേൽ എങ്ങനെയാണെന്നറിയാമോ? ഒരു ഭാരമുള്ള കല്ല. അവർക്ക് എന്താണെന്നറിയോ? ഇവർ ദൈവത്തിൻ്റെ കൂടെ അല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ഇസ്രായേലിനെ സ്നേഹിക്കും കേട്ടോ. ഇസ്രായേലിനെ, ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, ദൈവവചനം മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരാരെ സ്നേഹിക്കുമെന്നറിയാമോ? ഇസ്രായേലിനെ സ്നേഹിക്കും. അല്ലാത്തവർ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒന്നീ നെഗറ്റീവ് കേട്ടോണ്ടായിരിക്കാം. നെഗറ്റീവ്. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് ഇത്രയും പഠിച്ചിട്ടൊന്നുമല്ല എനിക്ക് അവരോട് സ്നേഹം വന്നേ. എൻ്റെ ഉള്ളിൽ എപ്പം പരിശുദ്ധാത്മാവ് വന്നു അന്ന് തൊട്ട് എനിക്ക് ഇസ്രായേലിനോടൊക്കെ സ്നേഹമാണ്. എൻ്റെ ഉള്ളിൽ എന്ന് പരിശുദ്ധാത്മാവ്, ഇന്നൊന്നുമല്ല, എത്രയോ വർഷങ്ങളായി. എനിക്കൊന്നൊരു 15, 18, 20 വർഷമായി കാണും. അന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നോ അന്ന് തൊട്ട് എനിക്ക് 2 ആൾക്കാരോട് സ്നേഹം. ഒന്ന് ഇസ്രായേലോട് സ്നേഹം. എനിക്ക് പിന്നീട് മനസ്സിലായി ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിന് സ്നേഹം. അതുകൊണ്ട് ഞാൻ ദൈവജനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കാൻ തുടങ്ങി.
രണ്ട് ആൾക്കാരെ സ്നേഹിക്കാൻ തുടങ്ങും. എനിക്ക് എവിടെയെങ്കിലും ദൈവമക്കളെ കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം അവർ ദൈവവൈതലാന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ബൈബിൾ പഠിച്ചപ്പം കിട്ടിയൊന്നുമല്ല. പിന്നീട് ബൈബിളിൽ കൂടെ ദൈവം നടത്തിക്കൊണ്ട് വന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പം ദൈവം തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു, ദൈവത്തിൻ്റെ ജനത്തെ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നുണ്ട്. രണ്ട്, എനിക്ക് പിന്നീട് മനസ്സിലായി ഇസ്രായേലിനോടുള്ള സ്നേഹം. എനിക്ക് അറിയാതെ ഇസ്രായേലിനോടുള്ള സ്നേഹം വരാൻ തുടങ്ങി. പോട്ടെ, അബ്രഹാമിൻ്റെ സന്തതികളെ കുത്തിയിളക്കി കളയാൻ ജാതികീയ മണ്ഡലം മൊത്തം ഇളകി വന്നു. ഇളകി വന്നതെല്ലാം നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ എല്ലാത്തിൻ്റെ ഇൻഫ്ലുവൻസും കേന്ദ്രവും ഷീനാറായിരുന്നു. ഷീനാർ എന്ന് വെച്ചാൽ അശൂർ എന്ന് പറഞ്ഞൊരു ജാതി വന്നു. അശൂരുകാർ എവിടുന്നാണ് വരുന്നത്? ഷീനാർ. ബാബിലോണിയർ കേട്ടിട്ടുണ്ടോ? ബാബിലോണിയർ, നെബൂഖദ്നേസർ 2 അല്ലേ? അവരെവിടുന്നാണ് വരുന്നത്? ഷീനാറിൽ നിന്ന്. പോട്ടെ, ഇനി ഞാൻ തെളിവ് തരാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ശലോമോൻ പണിത ദേവാലയം തകർത്ത് കളഞ്ഞ് ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം ബാബിലോണിയ രാജാവ് ഇവിടെ കൊണ്ടാ വെച്ചേ? ഷീനാറിലുള്ള ക്ഷേത്രത്തിൽ. ഷീനാറിലെ ക്ഷേത്രോ? ബാബിലോണിലെ രാജാവ് വന്ന്, നെബൂഖദ്നേസർ 2 വന്ന്, ശലോമോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിപ്പം, എത്ര വർഷങ്ങൾ കഴിഞ്ഞു, ഈ സാധനമല്ലേ എവിടെ കൊണ്ടുവച്ചു? വായിച്ചു കിട്ടിക്കും, വായിച്ചു വെച്ചി. ആ ആ ആ ഞാൻ പറഞ്ഞതല്ല. ഷീനാറിൽ എവിടെ കൊണ്ടുവച്ചു? ദേവന്റെ ക്ഷേത്രത്തിൽ. ഇനി അടുത്ത നോക്കിയോ, മേദിയ പാർസ്യ, അത് വേറെ രാജ്യമാണ്. ഇങ്ങനെ നോക്കി എല്ലാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കേട്ടോ. പൈശാചി, ഷീനാറിൽ നിന്ന് പോയ പൈശാചിക ഇൻഫ്ലുവൻസ് വെച്ചോണ്ടാണ് പലയിടത്തുനിന്നും വരുന്നത്. മുന്നോട്ട് വരാം. ഇങ്ങനെ ഇസ്രായേലിനെ ദൈവം കൊണ്ടൊന്ന് ഉറപ്പിച്ചിട്ട് അവർക്ക് നേരെ ശത്രു എഴുന്നേറ്റ് വന്നു. എന്നൊക്കെ ശത്രു എഴുന്നേറ്റ് വന്നോ, ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ജയമുണ്ട്. അതാ നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനിൽ കണ്ടേ. ഇസ്രായേലെ, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും. ഒന്ന് പറഞ്ഞേ. ദൈവം പറഞ്ഞു, ഞാനാ നിന്നെ നട്ടേ. ദൈവം നട്ടതിന് നടുതലയ്ക്ക് ദൈവം കാവല. പക്ഷെ ദൈവം തൻ്റെ പ്രമാണം കൊടുത്തു. എൻ്റെ പ്രമാണത്തിൽ നീ നിന്നാൽ കേട്ടോ. അന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല കേട്ടോ. ഇസ്ലാം എന്ന് പറഞ്ഞൊരു ജാതി ഇല്ലെന്ന്. അന്നുണ്ടായിരുന്ന ജാതികളുടെ പേരുകളെല്ലാം ബൈബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് പോരാടുന്ന ജാതികളൊന്നും ഇവിടെ അന്നില്ല. ഇവരെല്ലാം വരുന്നത് യേശുവിൻ്റെ ജനന ശേഷം 600 വർഷം കഴിയുമ്പോഴാണ് വരുന്നത്. യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് 600 വർഷം കഴിയുമ്പോഴാണ് വരുന്നത് കേട്ടോ. ഈ പല ജാതികളും വരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഇന്നത്തെക്കാട്ടിലും 3500 വർഷങ്ങൾക്ക് പുറകിലുള്ള ചരിത്രമാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രം തൊട്ട് തുടങ്ങിയാൽ. ഓക്കെ, മുന്നോട്ട് വരാം. ഇസ്രായേലിനെ എന്നും കുത്തി ഇളക്കി കളയാൻ ആൾക്കാർ വന്നു. ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ഇറക്കി ദൈവം സ്വന്തമാക്കി അവരെ കൊണ്ടുപോവുക, കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ദൈവം ഇവർക്ക് കുറേ പ്രമാണം കൊടുത്തു. കുറേ പ്രമാണത്തിനകത്ത് നമ്മളത് 10 കൽപ്പനയാക്കി സംഗ്രഹിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ടോട്ടലി 613 കൽപ്പനയുണ്ട്. എത്ര കൽപ്പനയുണ്ട്? 613 കൽപ്പന. ഈ കൽപ്പനയ്ക്ക് ഇതിനെ സെപ്പറേറ്റ് പല രീതികളിൽ തിരിച്ചു വെക്കുക. ഇതിനെ വിളിക്കുന്ന റിലീജിയസ് സെറിമോണിയൽ ലോ, കുറച്ചത് അങ്ങനെ. അടുത്ത വിളിക്കുന്നു മോറൽ ലോ, അടുത്ത വിളിക്കുന്നു സോഷ്യൽ ലോ കേട്ടോ. ഇങ്ങനെ പല സബ്ബായിട്ട് തിരിച്ച് ടോട്ടലി ഇതിന് എത്ര ലോ ഉണ്ടെന്നറിയാമോ? 613 കൽപ്പനകളുണ്ട്. നമ്മളതിനെ 10 കൽപ്പനയായിട്ട് സംഗ്രഹിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കുറേ കൽപ്പനകളുണ്ട്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കൽ, ഇങ്ങനെ കുറേ 10 കൽപ്പന പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആ പ്രധാനപ്പെട്ട കൽപ്പനയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിരുന്നു ഒരു കൽപ്പനയായിരുന്നു, ശബത്ത് ദിവസം നീ തുച്ഛീകരിക്കരുത്. 6 ദിവസം നീ വേല ചെയ്യുക. 7-ാം ദിവസം ദൈവത്തിൻ്റെ ശബത്ത് ദിവസമാണ്. ശബത്ത് കേട്ടോ, ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത. 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്.
ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, എനിക്ക് തോന്നി ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. 6 ദിവസം മരുഭൂമിയിൽ നടക്കുമ്പം നിങ്ങൾക്ക് 6 ദിവസം മന്ന കിട്ടും. 7-ാം ദിവസം നിങ്ങൾക്ക് മന്ന കിട്ടത്തില്ല. 6-ാം ദിവസം നിങ്ങൾക്ക് ഡബിൾ മന്ന വീഴും. 7-ാം ദിവസം കഴിക്കാനുള്ള മന്നയും കൂടെ കിട്ടും. ഇതാണ് ശബത്ത് ദിവസം. തെറ്റിപ്പോകല്ലേ, ഇനി കണക്കിലേക്ക് വരാൻ പോവാ. ശബത്ത് ദിവസം. ഇനി 2ാമത്തെ പ്രമാണം ദൈവം വെച്ചു. അടുത്ത പ്രമാണമാണ്, നീ നിന്നെ കനാൻ ദേശത്ത് ഞാൻ എത്തിക്കും. ഇപ്പൊ കനാൻ ദേശത്തിന്റെ ചരിത്രം മനസ്സിലായോ? എത്ര ദൈവം ഓഫർ ചെയ്തേ? അബ്രഹാമിന് എത്ര ദൈവം കൊടുത്തേ? 3 ലക്ഷം സ്ക്വയർ മൈൽ. ഇപ്പൊ എത്ര ഉണ്ട്? 8500 സ്ക്വയർ മൈൽ. കേട്ടോ, 8500 സ്ക്വയർ മൈൽ. അതായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് അത് പിന്നെയും പോയി. അതൊക്കെ പറയാം. UN പിന്നെ എത്ര കൊടുത്തെന്ന് ഞാൻ പറയാം. ഇവർക്ക് 1ാമത്തെ ദിവസം ശബത്ത് ദിവസം. 2ാമത്തെ പ്രമാണം. 2ാമത്തെ പ്രമാണത്തിന്റെ പേര് ശബത്ത് വർഷം. ശബത്ത് വർഷം. എന്തോ ശബത്ത് വർഷം എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കനാൻ ദേശത്ത് എത്തിക്കും. നിന്നെ കൊണ്ടുപോകുന്ന ദേശത്ത് 6 വർഷം നീ കൃഷി ചെയ്യണം. 7-ാം വർഷം നീ കൃഷി ചെയ്യരുത്. 6-ാം വർഷം ഇവർക്കൊരു ചിന്തയുണ്ട്, അയ്യോ 7-ാം വർഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കും, 8-ാം വർഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കും. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. ലേവ്യ പുസ്തകത്തിൽ എൻ്റെ പ്രമാണം കിടപ്പുണ്ട്. 6-ാം വർഷം നീ കൃഷി ചെയ്യുമ്പം ഞാൻ ഭൂമിയോട് പറഞ്ഞേക്കാം, ഭൂമിയോട് കൽപ്പിച്ചേക്കാം, നിനക്കങ്ങ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി 9-ാം വർഷം വരെ, 8-9-ാം വർഷം വരെ അങ്ങ് തന്നേക്കാൻ. ഭൂമി അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അങ്ങ് തരും. എന്നാൽ 6-ാം ദിവസം മന്ന ഡബിൾ വീഴുന്നത് പോലെ ഭൂമിയോട് ഞാൻ കൽപ്പിച്ചേക്കാം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി തരാൻ. ഇവരോട് പറഞ്ഞു, 7-ാം വർഷം കൃഷി ചെയ്യരുത്. 7-ാം വർഷം താനെ ഉണ്ടാകുന്നത് പോലും നിങ്ങൾ കഴിക്കേണ്ടി വരത്തില്ല. താനെ ഉണ്ടാകുന്നത് കഴിക്കാം, പക്ഷെ താനെ ഉണ്ടാകുന്നത് നീ പരദേശിക്ക് കൊടുത്തു, നിനക്ക് അതുപോലും കഴിക്കേണ്ടി വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? 6-ാം വർഷം നിന്റെ ചക്കും കളപ്പുരകളും എല്ലാം ഞാൻ നിറയ്ക്കും. നിനക്ക് 8-ാം വർഷം കൃഷി ചെയ്ത് 9-ാം വർഷത്തിലേക്ക് കഴിക്കാൻ ചെല്ലുമ്പോഴും നിന്റെ കളപ്പുരയിലെ ധാന്യം തീർന്നു പോകത്തില്ല. നീ പുതിയത് നിമിത്തം പഴയത് ഇറക്കേണ്ടി വരുമെന്ന്. അതാ ബൈബിളിലെ വാക്യം. അങ്ങനെ പുതിയത് നിമിത്തം. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഈ വചനത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ദൈവമക്കൾ പിടിച്ചോ. നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നല്ലൊരു വണ്ടിയും കൊണ്ടാണ് വന്നേ, മൊത്തം ഞാൻ കൊണ്ടു. ദൈവവചനം പറയുന്ന അനുഗ്രഹം ദൈവമക്കളെ സ്വീകരിച്ചോ. ചുമ്മാ എന്നുള്ളൊരു മെസ്സേജ് അല്ല ഇത്. നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി സ്വീകരിച്ചോ. കർത്താവേ, ഇതുപോലെ ഞങ്ങളുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്ത്. ഇതുപോലെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പോട്ടെ, ഇവർക്ക് മനസ്സിലാകാത്ത കരങ്ങൾ ഉയർത്താതെ പോട്ടെ. പക്ഷെ മനസ്സിലാകുന്ന ഒരു കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, ഇത് ഞങ്ങളുടെ ദൈവവചനത്തിലുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ, ഇതുപോലെ നമ്മുടെ വീടുകൾ കളപ്പുരകളും ചക്കും എല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് ഒന്ന് പറഞ്ഞേ നിറയട്ടെ. ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ഇപ്പം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് അങ്ങാണ്ട് ആഗ്രഹം പോലെ. നിറയട്ടെ. വേണ്ടാത്തവരുടെ എല്ലാം തിരിച്ചു പോരട്ടെ കർത്താവേ. കേട്ടോ, ഞാൻ തമാശ പറയുന്നല്ല കേട്ടോ, തമാശ പറയുന്നല്ല. അടുത്തത്, കളപ്പുരകൾ നിറയും. 6-ാം വർഷം കൃഷി കിട്ടി. ഇവർ ചെന്നപ്പം ദൈവത്തെ അറിയാവുന്ന തലമുറ, അത്ഭുതം കണ്ട തലമുറ, യോശുവയുടെ കാലത്ത് എല്ലാം വീതം വെച്ചെല്ലാം കൊടുത്തപ്പം കേട്ടോ, ഞാൻ ഇനി വീതം വെച്ചിലോട്ട് വരാൻ പോവാ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ അത്ഭുതം കണ്ട, മിസ്രൈമിലെ അത്ഭുതങ്ങളൊക്കെ കണ്ട തലമുറ ഉണ്ടായിരുന്നു, ദൈവ സാന്നിധ്യം കണ്ടതും ഭയങ്കര. അവരെല്ലാം ദൈവത്തെ അങ്ങ് സേവിച്ചു. പക്ഷെ ദൈവത്തെ രുചിക്കാത്ത കുറേ തലമുറ ഉണ്ടായിരുന്നു, ദൈവത്തെ അനുഭവിക്കാത്ത തലമുറ. ഈ കണ്ടിറങ്ങി വരാം, കേട്ടിറങ്ങി വരാം. പണ്ട് മേരി കോവൂരമ്മച്ചി പറയുന്നൊരു ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട്. മേരി കോവൂരമ്മച്ചി പറയുന്ന ഉദാഹരണം, ഒരു വീട്ടിൽ ഒരു കള്ളൻ കയറാൻ വന്ന സമയത്ത് ആ വീട്ടിലെ നായ കണ്ടു ഈ കള്ളൻ അതുവഴി പോകുന്നത് കണ്ടു. ചാടാൻ തുടങ്ങുന്നതോ ഈ കള്ളൻ കണ്ടു. ഈ നായ ഈ കള്ളനെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങി. കുരച്ച് നിർത്തുന്നില്ല. ഈ കള്ളന് കയറാനും പറ്റുന്നില്ല, നിർത്തുന്നില്ല. ഒരു കുരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് അയലോക്കത്തെ നായ ഈ കേട്ടോണ്ട് കുരയ്ക്കാൻ തുടങ്ങി. ഈ ഒറിജിനൽ നായ കള്ളനെ കണ്ടത് കേട്ടോണ്ട് മറ്റേ തുറക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം അപ്പുറത്തെ കുരയ്ക്കുന്നതിനോട് അതിനപ്പുറത്തെ കുരയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നായ്ക്കൾ മൊത്തം കുരയ്ക്കാൻ തുടങ്ങി. അവസാനം ഓരോ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്തിനാ കുരയ്ക്കുന്നത്, ഞാൻ എന്തെങ്കിലും കണ്ടിട്ടോ ഇല്ല. ആ പുള്ളി നിർത്തി. ഇങ്ങനെ നിർത്തി വന്ന് ലാസ്റ്റ് വന്നപ്പോഴും ഒറിജിനൽ കള്ളനെ കണ്ട നായ
കുറെ നിർത്തുന്നില്ല. ഇതുപോലായിരുന്നു. അത്ഭുതം കണ്ട തലമുറ എന്നും ദൈവത്തെ സേവിക്കുമായിരുന്നു. അനുഭവം ഇല്ലാത്തവർ അല്പ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധി വരും, അവർ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ഇറങ്ങിയത് കറക്റ്റാണോ, ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ചുമ്മാ നിർത്താൻ തുടങ്ങും. പക്ഷേ ദൈവത്തെ രുചിച്ചവരോ, ഇതിനകത്ത് ദൈവത്തെ രുചിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടോ കേട്ടോ. ദൈവത്തെ രുചിച്ചവർ ഒരിക്കലും പോകത്തില്ല. ദൈവത്തെ രുചിച്ചവർ അവരെന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും, എന്നും നന്ദിയുള്ളവരായിരിക്കും. ഈ തലമുറ അങ്ങോട്ട് കഴിഞ്ഞു, ദൈവത്തെ രുചിച്ച തലമുറ കഴിഞ്ഞു. ഇവർ പിന്നീട് 6-ാം വർഷം എത്തിയപ്പം കൃഷി കിട്ടി. ഇവരെന്തോ എടുത്തറിയാം, കൊള്ളാമല്ലോ, 6-ാം വർഷം കൃഷി കിട്ടി, 7-ാം വർഷം കൃഷി ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ ശബത്തിൻ്റെ പ്രമാണം, വർഷത്തിൻ്റെ പ്രമാണം തെറ്റിച്ചു. 1, 7, 14, 28, 21, 28, 36 ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് 490 വർഷം ഇവർ കൃഷി ചെയ്ത് തെറ്റിച്ചു. 490 വർഷം. ദൈവം ചൂരിലും കൊണ്ട് വന്നോ ആരുടെയെങ്കിലും പുറകെ? എന്തിനാ എൻ്റെ തെറ്റിച്ച്? 7-ാം വർഷം വന്നോ? ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. ആരെങ്കിലും അടിക്കാൻ വന്നോ? ഇല്ല, ആരും വന്നില്ല. ദൈവം പറഞ്ഞു, പോട്ടെ, നീ എത്ര നാൾ പോന്നേ കാണാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് യെരമ്യാവിൻ്റെ കാലം വന്നപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി 490 ഡിവൈഡ് ബൈ 7, 70 വർഷം ബാബിലോണിൽ പൊക്കോളാൻ പറഞ്ഞു. 70 വർഷം ബാബിലോണിൽ പൊക്കോ. ദൈവം ദിനവൃത്താന്ത പുസ്തകത്തിൽ എസ്രായേലും എഴുതി വച്ചിട്ടുണ്ട്, ദേശം അതിൻ്റെ ശബത്തുകൾ അനുഭവിച്ച് കഴിയുവോളം. ശബത്തുകൾ ദേശം അനുഭവിക്കുന്ന 7ൻ്റെ കണക്കാണ്. എത്രൻ്റെ കണക്കാ? 7ൻ്റെ കണക്ക്. അപ്പോൾ ഇങ്ങനെ ദൈവം ഒരു പ്രമാണം കൊടുത്തു. ഇനി ഞാൻ യുദ്ധത്തിലേക്ക് വരാം. ദൈവം അടുത്ത ഒരു പ്രമാണം കൊടുത്തു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്തൊരു പ്രമാണം കൊടുത്തു. ദൈവം അടുത്ത പറഞ്ഞു, നിങ്ങളെ കനാൻ ദേശത്ത് ഞാൻ എത്തിച്ചു. ഈ ദേശം, ഈ ഭൂമി നിങ്ങൾക്ക് ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഞാൻ അളന്ന് തിരിച്ചെല്ലാം തന്നു കേട്ടോ. എല്ലാവർക്കും അളന്ന് തിരിച്ചു കൊടുത്തു. പക്ഷെ ഒരു ഗോത്രത്തിന് മാത്രം കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ, ഇച്ചിരേ കിട്ടിയുള്ളൂ. ആർക്കാ? അല്ലല്ലല്ല, ലേവിക്ക് കിട്ടിയില്ല. ലേവിക്ക് സങ്കേത നഗരേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിൻ്റെ ഗോത്രത്തിലുള്ള ഒരു ഗോത്രത്തിന് കിട്ടിയില്ല പ്രോപ്പർലി. ശിമയോന്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ശിമയോന് കിട്ടാതെ പോയെന്ന്? പോട്ടെ, ശിമയോന് കിട്ടിയില്ല. അപ്പം ദൈവം അവസരം തരുമ്പോണ്ടല്ലോ ഇരുന്ന് ഉറങ്ങല്ലോ. ദൈവത്തിൻ്റെ വിളി വരുമ്പം ശിമയോൻ ഇരുന്ന് ഉറങ്ങി, പ്രതികരിച്ചില്ല. അന്നേരം ലേവി കയറി പ്രതികരിച്ചു. ലേവിക്ക് അനുഗ്രഹം ഭയങ്കരമായിട്ട് കിട്ടി. ദേവിയുടെ അനുഗ്രഹം ഇന്നും തീർന്നിട്ടില്ല. കാരണം അവൻ്റെ അനുഗ്രഹവും ഓഹരിയും അവകാശവും ആരാന്നറിയാം? ദൈവം. ശിമയോൻ ഒന്നും കിട്ടിയില്ല. ശിമയോൻ ഇന്നും ഒന്നും വല്ലാതെ നടക്കുക. പോട്ടെ, വീതിച്ചു കൊടുത്തു. ലേവ്യ പുസ്തകത്തിൽ ദൈവം ഒരു പ്രമാണം കൊടുത്തു. ദേശം ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിലും, ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, ദേശം ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിലും നിങ്ങൾക്ക് വീതിച്ച് തന്നു. ഓരോ ഗോത്രത്തിനനുസരിച്ച് വീതിച്ചു വന്നു. ഇത് ഒരിക്കലും ജന്മം വിൽക്കരുത്. എന്തുവാ? ഒരിക്കലും വിൽക്കല്ലെന്നല്ല, ജന്മം വിൽക്കല്ല് എന്ന് വെച്ചാൽ ഈ സ്ഥലം നിനക്ക് മറ്റൊരാൾക്കായിട്ട് തീരെഴുതി അങ്ങ് കൊടുക്കല്ല്. നിനക്ക് ഞാൻ അവകാശം തന്നേക്കുന്ന സ്ഥലം എന്നും അങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദേശം ജന്മം വിൽക്കല്ലെന്നാൽ ലേവ്യ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ജന്മം വിൽക്കല്ല്. ഇനി ദൈവം അടുത്ത പ്രമാണം വെച്ചു. അടുത്ത പ്രമാണം, ആ പ്രമാണത്തിൻ്റെ പേരാണ് യോബേൽ സംവത്സരം, അല്ലെങ്കിൽ ജൂബിലി ഇയർ. എന്തോന്ന് പറയാമോ? ജൂബിലി ഇയർ അല്ലെങ്കിൽ യോബേൽ സംവത്സരം. അതിൻ്റെ പ്രമാണം എന്തോന്ന് പറയാൻ പോവാം. ലാൻഡ് കിട്ടി. ഒരാൾ ഇസ്രായേലിലെ ഒരു പുള്ളി അങ്ങ് കടക്കാരനായി. അദ്ദേഹത്തിന് തോന്നി കുറച്ച് പണം കടമെടുത്തു. വേറൊരു ഗോത്രത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. യഹൂദ രൂപേൻ്റെ കയ്യിൽ നിന്ന് എടുത്തെന്ന് വെച്ചോ. അപ്പോൾ രൂപേന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല യഹൂദയ്ക്ക്. ആ വീട്ടിൽ വന്നിട്ട്, യഹൂദയുടെ ഗോത്രത്തിലുള്ള അയാളുടെ വീട്ടിൽ വന്നിട്ട് പറയും, എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാനുണ്ട്, നിൻ്റെ വസ്തുവകകൾ ഇന്ന് തന്നേക്കാൻ പറയും. ഈ വസ്തുവകകൾ രൂപേൻ ഗോത്രം മേടിച്ചുകൊണ്ട് പോയി എന്ന് വെച്ചോ. പൈസ കൊടുക്കാനുള്ളതിന് വേണ്ടി മേടിച്ചുകൊണ്ട് പോയി, വിറ്റു. അപ്പോൾ പൈസ കൊടുത്തിട്ട് എന്നിട്ടും തീരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ അടിമവേലയ്ക്ക് തരാൻ പറഞ്ഞു. ഇപ്പം ഇസ്രായേലിന് മറ്റൊരു പ്രമാണമുണ്ട്, ഇസ്രായേലിലെ ആൾക്കാരെ കൊണ്ട് തന്നെ അടിമവേല ചെയ്യിക്കല്. പക്ഷെ വേലയ്ക്കും കൂലിക്കും നിർത്താം, അടിമവേല ചെയ്യിക്കൽ. അവരെ പിടിച്ചോണ്ട് പോയി, കൂലിക്കോ അടിമയോ എന്തിനേലും വിളിച്ചോണ്ട് പോയെന്ന് വെച്ചോ. അടിമയെന്ന് തന്നെ ചിന്തിച്ചോ, അടിമവേലയ്ക്ക് ചെയ്യിപ്പിക്കല്ലെന്നാ. എൻ്റെ ജനം ഒരിക്കലും അടിമയാകല്ലെന്നാ. അപ്പം പിടിച്ചോണ്ട് പോയി. എന്നിട്ടും പണം തീരുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോണ്ട് പോയി. ഇതുപോലെ പല ആൾക്കാരുടെ ഗോത്രങ്ങളിൽ നിന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് വെച്ചോ. ഈ പിടിച്ചോണ്ട് പോയ ദിവസം തൊട്ട്
50 വർഷം എണ്ണണം. 50 വർഷം. 50ാമത്തെ വർഷത്തെ അല്ലെ 49ാമത്തെ വർഷം കഴിയുമ്പോൾ 50ാമത്തെ വർഷത്തെ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റിന്റെ അന്ന് മഹാപാപ പരിഹാര ബലി നടന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്തുവാ? മഹാപാപ പരിഹാര ബലി നടന്നു കഴിഞ്ഞാൽ, നടക്കുന്ന അന്ന് കാഹളം ഊതും, നടന്നു കഴിഞ്ഞിട്ടും കാഹളം ഊതും, നടന്നു അന്ന് ഈ യോബേൽ സംവത്സരത്തിന്റെ കാഹളം കേൾക്കുന്നതിൻ്റെ അന്ന് ഈ അടിമയായ 50 വർഷം പിടിച്ചുകൊണ്ട് പോയ ആ പുള്ളി ലാൻഡ് പോയല്ലോ, ഇത് ആർക്ക് വിറ്റതാ? മറ്റൊരു ഗോത്രത്തിന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 50ാം വർഷം എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ എവ്രിതിങ് ബാക്ക് ടു നോർമൽ. ആ ഒറിജിനൽ ഓണറിന് മടങ്ങി വരണം. 50ാമത്തെ വർഷം എത്തുമ്പം യഹൂദ ഗോത്രത്തിലെ ആരാണോ വിറ്റത്, രൂപേൻ്റെ ഗോത്രത്തിലെ ആ വസ്തു പുള്ളി മേടിച്ചോണ്ട് പോയതാ, ആ വസ്തു ആർക്ക് അവകാശമായി തീരും? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ആർക്ക് അവകാശമായി തീരും? യഹൂദ ഗോത്രം വിറ്റവന്. 50ാം വർഷം എത്തുമ്പം എല്ലാം നോർമലായിരിക്കും. അടിമയാണെങ്കിൽ അടിമയ്ക്ക് സ്വാതന്ത്ര്യമാണ്. മൃഗങ്ങൾക്ക് ലൈഫ് സ്പാൻ അത്ര ഇല്ല. ഒരു പക്ഷേ മൃഗങ്ങളുണ്ടെന്ന് വെച്ചോ, മൃഗങ്ങളെ ആണെങ്കിൽ പോലും തിരിച്ചു പൊക്കോണം, വസ്തുവകകളെല്ലാം തിരിച്ചു പൊക്കോണം. ഇനി ഞാൻ വിവാഹത്തിൻ്റെ കാര്യം പറയാം. വിവാഹത്തിന് തിരിച്ചു പോകത്തൊന്നുമില്ല കേട്ടോ, വിവാഹത്തിൻ്റെ പ്രമാണം പറയാം. യഹൂദ ഗോത്രത്തിലെ ഒരാൾക്ക് 2 അല്ലെ 2 പെൺകുഞ്ഞുങ്ങളാന്ന് വെച്ചു. അപ്പം ഇദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ച് വിടുമ്പം ഈ അപ്പൻ്റെ വസ്തുവകകൾ 3 കുഞ്ഞുങ്ങൾക്കായി വീതം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഇത് മുമ്പേ പറഞ്ഞ പോലെ വേറൊരു ഗോത്രം ബെന്യാമീൻ ഗോത്രത്തിൽ പോയി കല്യാണം കഴിച്ചു കേട്ടോ. അങ്ങനെ കല്യാണം കഴിക്കല്ലെന്നാ. എങ്ങനെ കഴിക്കണമെന്നാ കല്യാണം എന്നറിയാമോ? അതത് ഗോത്രത്തിൽ തന്നെ കല്യാണം കഴിക്കണമെന്നാ. അതത് ഗോത്രത്തിൽ തന്നെ കല്യാണം കഴിക്കണം. പോട്ടെ, ഇവര് ബെന്യാമീൻ ഗോത്രത്തിൽ പോയി കല്യാണം കഴിച്ചു. ബെന്യാമീൻ ഗോത്രത്തിൽ പോയി കല്യാണം കഴിച്ചു. അപ്പൻ ഈ വസ്തു കൊടുത്തു. ഒരാൾക്ക് ബെന്യാമീൻ ഗോത്രത്തിൽ വസ്തു കൊടുത്തു, മറ്റൊരാൾക്ക് യഹൂദ ഗോത്രത്തിൽ കൊടുത്തു, ഒരു മകളെ മറ്റൊരു സ്ഥലത്ത് കല്യാണം കഴിപ്പിച്ചു. ഇത് കഴിഞ്ഞ് 50ാമത്തെ വർഷം എത്തുമ്പം മോളവിടെ നിൽക്കും, ലാൻഡ് എവിടെ പോവും? ലാൻഡ് അപ്പന് മടങ്ങി വരും. മോളവിടെ നിൽക്കും, ലാൻഡ് എവിടെ പോവും? നിങ്ങൾ ആലോചിക്കുക, ഇത് ഈ പ്രമാണം ഇവിടെ കാണാൻ ഉണ്ടായിരുന്ന നല്ലായിരുന്നല്ലേ? ഇതിങ്ങനെ മടങ്ങി വരും. ഈ ലാൻഡ് ഒറിജിനൽ ഓണറിന് മടങ്ങി വരും. അപ്പം എല്ലാം വസ്തുവകകൾ, അടിമ, ഇത് മൊത്തം യോബേലിൻ്റെ കാഹളം കേട്ടാൽ ഇത് മൊത്തം ആർക്കാവും? ഒറിജിനൽ ഓണറിന്. കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഒറിജിനൽ ഓണറിന് ഇത് തിരിച്ചു കിട്ടും. യോബേലിൻ്റെ കാഹളം കേട്ടാൽ 50ാമത്തെ വർഷം എത്തുമ്പോൾ യോബേൽ ഇത് ഇസ്രായേലിന് ദൈവം കൊടുത്തു. എന്തിനാ കൊടുത്തെന്ന് അറിയാമോ? എൻ്റെ ജനം ഒരിക്കലും അടിമയാകില്ല. നിങ്ങൾക്ക് ഞാൻ അളന്നു തന്ന ലാൻഡ് അത് അങ്ങനെ തന്നെ അതിൻ്റെ ലോകത്തിൻ്റെ അന്ത്യം വരെ അങ്ങനെ തന്നെ കാണണം കേട്ടോ. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വിറ്റുപോയാൽ, ഇനി വിൽക്കാനുള്ളൊരു പ്രമാണമുണ്ട്. മതിലുള്ള പട്ടണത്തിലാണെങ്കിൽ വിറ്റാൽ 1 വർഷം കൊണ്ട് വീണ്ടെടുക്കാം. 1 വർഷം കൊണ്ട് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മതിപ്പ് വില നോക്കിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയി, അത് തിരിച്ച് ഒരു പ്രമാണം മാത്രമുണ്ട് ലാൻഡ് പോകുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളത് മൊത്തം ലാൻഡ്, അടിമ, മനുഷ്യൻ എല്ലാം എന്തോ എടുക്കും? ഒറിജിനൽ ഓണറിന് മടങ്ങി വരും. അടിമത്തം ഇല്ല, നോർമലായി. ഇനി ആ വേർഡിൻ്റെ അർത്ഥം കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് വെൽത്തും ലാൻഡും റിസ്റ്റോർ ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ പ്രമാണം. യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ ഐഡന്റിറ്റി റിസ്റ്റോറേഷനാ. മനസ്സിലാവുന്നുണ്ടോ? എന്തോ റിസ്റ്റോറേഷനാ? എൻ്റെ ജനം ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റത്തില്ല. എൻ്റെ ജനം ഒരിക്കലും അടിമത്തത്തിൽ തുടരാൻ പറ്റത്തില്ല. അവർ കഷ്ടം അനുഭവിച്ചാലും 50ാം വർഷം എത്തുമ്പോൾ ഒന്ന് പറഞ്ഞേ, അത് തിരിച്ചു പറഞ്ഞ നോർമലാകണം. ഇത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ പ്രമാണമാണ് കേട്ടോ. ഇത് ദൈവത്തിൻ്റെ ഈ പ്രമാണത്തിനെ വിളിക്കുന്ന പേരാണ് യോബേൽ സംവത്സരം, അല്ലെങ്കിൽ ജൂബിലി ഇയർ. ഇനി ഞാൻ കണക്ക് 1-2 കണക്ക് പുറകിലോട്ട് പറയാൻ പോവാം. 1-2 കണക്ക്. ഇസ്രായേൽ അവസാനം മൊത്തം ചിതറിപ്പോയി കേട്ടോ. AD 70 ബാബിലോണിൽ ചിതറിപ്പോയി. അങ്ങനെ പിന്നീടെല്ലാം ചിതറിപ്പോയി. AD 70 വന്നപ്പോൾ യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞപ്പം റോമാക്കാർ വന്ന് മൊത്തം പിന്നെയും തകർത്ത് കളഞ്ഞു. എല്ലാം തകർത്ത് പോയി. അങ്ങനെ ഇസ്രായേൽ ഭൂമി മൊത്തം ചിതറിപ്പോയി.
ഭൂമി മൊത്തം പോയി. അവസാനം ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോ, കുറച്ച് കണക്കുകൾ പറയാൻ പോവാം. ഇസ്രായേൽ ഭൂമി മൊത്തം ചിതറിപ്പോയി. ഇവര് ചിതറിപ്പോയിട്ട് 1500 ആ വർഷങ്ങളിലൊക്കെ ഓട്ടോമാൻ എംപയർ ആയിരുന്നു ഇസ്രായേലിനെ ഇപ്പോൾ ഉള്ള സ്ഥലം പിടിച്ചു വച്ചിരുന്നത്. അവിടെ പോട്ടെ, അത്രയും പഠിക്കണ്ട. 1967 എത്തിയപ്പം ഒന്ന് നോട്ട് ചെയ്തു. 1997 എത്തിയപ്പം 1897 എത്തിയപ്പം 1897 എത്തിയപ്പം ഒരു ഭയങ്കര ഇസ്രായേലിനെ ഒരുമിപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങി. ഇസ്രായേലെല്ലാം എല്ലായിടത്തും ചിതറിപ്പോയേക്കുക, അവരെ ഒരുമിപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങി. ആ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സയോണിസം മൂവ്മെന്റ്. എന്താ മൂവ്മെന്റാ? സയോണിസം. ഇന്നുവരുണ്ട് സയോണിസം മൂവ്മെന്റ്. എന്നാ തുടങ്ങുന്നത്? 1850കളിൽ തുടങ്ങുന്നതാ. പക്ഷേ 1897 ഓഗസ്റ്റ് 31 സയോണിസിന്റെ ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് സയോണിസ് കോൺഗ്രസ് നടക്കുക. അത് നടക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ, ഞാൻ കണക്ക് പറയാൻ വേണ്ടി പോവാം. എന്നാ നടക്കുന്നേ? 1897 ഓഗസ്റ്റ് 31 സയോണിസം മൂവ്മെന്റിന്റെ ഫസ്റ്റ് വേൾഡ് കോൺഗ്രസ് നടക്കുക. എവിടെ നടക്കുന്നേ? സ്വിറ്റ്സർലൻഡിൽ. നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ഫാദർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, അദ്ദേഹത്തിന്റെ പേരാണ് തിയോഡ്രൽ ഹെസ്രൽ എന്ന അദ്ദേഹത്തിന്റെ പേര്. തിയോഡ്രൽ ഹെസ്രൽ, അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, തിയോഡ്രൽ ഹെസ്രൽ. ഈ മനുഷ്യന് ഭയങ്കര വിവരമായിരുന്നു, അല്ല ജ്ഞാനമായിരുന്നു, ഭയങ്കര ബിബ്ലിക്കൽ ജ്ഞാനമായിരുന്നു. അദ്ദേഹമായി കോൺഗ്രസിൻ്റെ എല്ലാം വിളിച്ചു കൂട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു ഇസ്രായേലെ ഒരുമിപ്പിക്കാൻ പറഞ്ഞു. എല്ലാം ചിതറിപ്പോയി, ഒരുമിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം യൂറോപ്പിലെല്ലാം നടന്ന് എല്ലാത്തിനെയും വിളിച്ച് ഒരുമിപ്പിച്ച് പലയിടത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം എന്തോ എടുത്തെന്നറിയാമോ? 1897 ഓഗസ്റ്റ് 31 വേൾഡ് കോൺഗ്രസ്, സിയോണിസ്റ്റ് കോൺഗ്രസ് നടന്നു. അദ്ദേഹം ഒരു എഴുത്തെഴുതി, അന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ട് അതിനകത്ത് ഇപ്രകാരം എഴുതി വെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പം ഇസ്രായേൽ എവിടെ കണ്ടാലും ആ കാലത്ത് അടിയ, എവിടെ കണ്ടാലും ഇവന്മാർക്ക് തല്ല് കിട്ടും. അപ്പം അങ്ങനെ ആ ഇവര് എന്നാ 1897 ഈ മനുഷ്യൻ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ കാര്യം ജൂബിലി ഇയർ എന്നുള്ള സിസ്റ്റം പുള്ളിക്ക് പിടുത്തം കിട്ടി. പുള്ളി വേൾഡ് സയോണിസം ഫസ്റ്റ് കോൺഗ്രസ് വിളിച്ചു കൂട്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ട് പുള്ളി എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കും, പക്ഷേ യു വിൽ അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ 50 years. അന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇന്നത്തെക്കാട്ടിൽ 50 വർഷം കഴിയുമ്പം നിങ്ങൾ തിരിച്ചറിയും, എന്ത് സംഭവിക്കും തിരിച്ചറിയും. ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് എഴുതുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നത് 1897 ഓഗസ്റ്റ് 31. ഇവർ പാസ്സാക്കിയിട്ട് സൈൻ ചെയ്യുന്നത് സെപ്റ്റംബർ 3. 1897 സെപ്റ്റംബർ 3 സൈൻ ചെയ്തു. ഇനി കേട്ടോണേ, സെപ്റ്റംബർ 3 സൈൻ ചെയ്തു. കാലങ്ങൾ അങ്ങോട്ട് പോയി ഓട്ടോമാൻ എംപയറിനെ, നൂറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരുന്ന ഓട്ടോമാൻ എംപയറിനെ 1917 ബ്രിട്ടീഷുകാർ അവിടെ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് കോൺകർ ചെയ്തു. ഈ സ്ഥലം ഇപ്പം ഇസ്രായേലുള്ള സ്ഥലം പിടിച്ചു. ഈ സ്ഥലം പിടിച്ചിട്ട് ഈ സ്ഥലത്തെ ബ്രിട്ടീഷുകാർ മറ്റവരെ പറഞ്ഞു വിട്ടു. ഓട്ടോമാൻ ടർക്ക് എംപയറിനെ പറഞ്ഞു വിട്ടു. ഇതിനെ പിടിച്ചു കഴിഞ്ഞു. അന്ന് അതിൻ്റെ ഡേറ്റ് ഉണ്ട്. ജെയിംസ് ആർത്രർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ജെയിംസ് ആർത്രർ ബാൽഫർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇസ്രായേലിലോട്ട് കാല് വെച്ച ഉടനെ തൻ്റെ ഉള്ളിൽ മറ്റേ കോരശിൻ്റെ അകത്ത് ദൈവം തോന്നിച്ചെന്ന് പറയുന്ന പോലെ തൻ്റെ ഉള്ളിലൊരു ചിന്ത, ഈ സ്ഥലത്തെ കനാൻ, പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ
ഇസ്രയേലിനെ ഇൻഡിപെൻഡൻ്റായി ഡിക്ലെയർ ചെയ്യണമെന്ന് ബ്രിട്ടീഷിൻ്റെ ക്യൂന് അയച്ചു കൊടുത്തു, ലെറ്റർ അയച്ചു. അത് അയക്കുന്ന എനിക്കൊന്ന് ജൂൺ 2 നവംബർ 2 അങ്ങാണ്ട ഡേറ്റ് ഉണ്ട്, 1917 അത് വെച്ചോ, 1917. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നതായതുകൊണ്ട് നടന്നില്ല, കാര്യങ്ങൾ നടന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരെന്തുവായിരുന്നു? ജെയിംസ് ആർത്തർ ബാൽഫർ, കേട്ടോ, ബാൽഫർ. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഭാഷയെ പറയാം, മുന്നോട്ട് വരുമ്പോൾ പറയാം. 1917 പറഞ്ഞു. ഇത് കഴിഞ്ഞു, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് അന്ന് സെക്കൻഡ് വേൾഡ് വാറാണ്, നടന്നില്ല. 1947 എന്നെത്തി, 1947 ഓഗസ്റ്റ് 31 UN വീണ്ടും കൂടി. യുദ്ധം കഴിഞ്ഞതിന് ശേഷം UN വീണ്ടും കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് ഇസ്രയേലിനെ 1917 നമ്മൾ തീരുമാനിച്ചതാണല്ലോ, അന്ന് യുദ്ധം കൊണ്ട് നടന്നില്ലല്ലോ, നമുക്ക് ഇസ്രയേലിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി ഡിക്ലെയർ ചെയ്യണം. UN വോട്ടിട്ടു. ആ വോട്ടിടുന്നതിൻ്റെ അതിൻ്റെ പിൻബലം എന്തോന്നറിയാമോ? അതിന് പറയുന്നവര് ബാൽഫർ ഡിക്ലറേഷൻ. കേട്ടിട്ടുണ്ടോ? ബാൽഫർ ഡിക്ലറേഷൻ. ആരാ ബാൽഫർ? ജെയിംസ് ആർത്തർ ബാൽഫർ, കേട്ടോ, ജെയിംസ് ആർത്തർ ബാൽഫർ. എന്നിട്ട് 1947 UN വോട്ടിട്ട് UN ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി. എന്നാ എഴുതിയെന്നോ ഡേറ്റ് എഴുതിയത് 1947 ഓഗസ്റ്റ് 31. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതെന്നാ UN സ്റ്റാമ്പ് ചെയ്യുന്നതെന്നറിയാമോ? 1947 സെപ്റ്റംബർ 3. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. തിയോഡർ ഹെസ്രൽ എന്തോ പറഞ്ഞേ? ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കും. ഇന്നേക്ക് 50 വർഷം കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. എന്നാ അദ്ദേഹം എഴുതിയെന്നാ 1897 ഓഗസ്റ്റ് 31. എന്നാ സ്റ്റാമ്പ് ചെയ്തേ? സെപ്റ്റംബർ 3. 1947 ഓഗസ്റ്റ് 31 UN വോട്ടിട്ടു, നിയമം എഴുതി. സ്റ്റാമ്പ് ചെയ്യുന്നത് എന്നാ? സെപ്റ്റംബർ 3. ആ വേർഡ് ദ ജൂബിലി ഇയർ വന്നോ? സ്പിരിച്വൽ വാർഫെയർ ദൈവം സഹിച്ചിരിക്കും. ജൂബിലി ഇയർ വന്നോ? ഇത് ചുമ്മാതാതെ. എന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഈ ബൈബിളിൽ തന്നേക്കുന്ന പ്രമാണമൊക്കെ നിങ്ങൾ ഓർക്കുന്ന ചുമ്മാതാണെന്നോ? ഇത് ചുമ്മാതാണോ? അല്ല, ഇത് സ്പിരിച്വൽ പ്രമാണമാ. കേൾക്കുന്നുണ്ടോ? ഇത് സ്പിരിച്വലി ഉള്ള പ്രമാണമാ. എനിക്ക് PPT ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരായിരുന്നു, എല്ലാം കാണിച്ചു തരായിരുന്നു. ഇനി അടുത്തത് എന്നാ സംഭവിക്കുന്നത്? 1947 ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 3 ഡിക്ലെയർ ചെയ്തു. ഇസ്രായേൽ എന്നാ ഇൻഡിപെൻഡൻ്റ് ആകുന്നതെന്ന് അറിയാമോ? 1948 മെയ് 14. 1900 പിന്നെ ഒരു വർഷം എടുത്തു ഇൻഡിപെൻഡൻ്റ് ആകാൻ. ആ ഡിക്ലറേഷൻ, ബാൽഫർ ഡിക്ലറേഷനിൽ കൂടെ. ഇതെന്ന് തുടങ്ങിയതാ? 1917 തുടങ്ങിയതാ, കേട്ടോ. ഇസ്രയേൽ 1917 തന്നെ ഈ സ്ഥലമെല്ലാം ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങി. 1920 എത്തിയപ്പോൾ അവരുടെ മിലിറ്ററി തുടങ്ങി. രാജ്യമായിട്ടില്ല, അതിനു മുമ്പ് അമ്മാരെന്തോ എടുത്തു? ആ മിലിറ്ററിയുടെ പേര് ഹഗാന. നിങ്ങൾക്കെല്ലാം ഇത് ചരിത്രങ്ങളിൽ കിട്ടും. ഹഗാന ഒരു മിലിറ്ററി തുടങ്ങി, ഹഗാന എന്ന മിലിറ്ററി. അപ്പോൾ ഇസ്രയേലിന് ഇനി ഞാൻ പറയാൻ പോകും, അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ന് കണക്കെല്ലാം കൊണ്ട് റെഡിയായി പോവല്ലേ. 1947 UN കൂടി നിയമം എടുത്തു. 48 എന്തോ പറ്റി? കൊടുത്തു. UN കൊടുക്കുന്ന സമയത്ത് ഇസ്രയേലിന് ഒരു നിയമം വെച്ചു, UNൻ്റെ കണ്ടീഷൻ വെച്ചു. നിങ്ങൾ കേട്ടോണേ, ഇപ്പോൾ ഉള്ള ലാൻഡിൻ്റെ 55% ഇസ്രയേലും 44% അറബ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പാലസ്തീൻ, അറബ് സ്റ്റേറ്റ് ആയിട്ടും. എത്ര ശതമാനം ഇസ്രയേലിന് കിട്ടിയേ? 55. അറബ് സ്റ്റേറ്റ് ആയിട്ട് എത്ര മാറ്റി? 40. എത്ര പറഞ്ഞേ? 44. അപ്പോൾ കണക്കിൽ അവിടെ ഒരു തെറ്റില്ലേ? 1% എവിടെ പോയിട്ടില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. 1% ഏത് സ്ഥലമാണെന്നറിയാമോ? ജെറുസലേം. ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ആരും പിടിക്കണ്ട, ഇസ്രയേലും പിടിക്കണ്ട,
അറബ് സ്റ്റേറ്റും പിടിക്കണ്ട. ഇത് UN കണ്ടീഷനിൽ, UN നിയമത്തിലാണ്. 1% ആരുടെ നിയമത്തിൽ കൊണ്ടുവന്നു? അയ്യോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 55% ആർക്ക് കൊടുത്തു? ഇസ്രയേലിന്. 44% ആർക്ക് കൊടുത്തു? അറബ് സ്റ്റേറ്റിന്. 1% ആരുടെ നിയന്ത്രണത്തിലാ? UN. അത് ഏത് സ്ഥലമാ? ജെറുസലേം. ഇസ്രയേൽ രാജ്യമായി ഡിക്ലെയർ ചെയ്തു. എന്ന് ഡിക്ലെയർ ചെയ്തു? 1948 മെയ് 1 മെയ് 14 ഡിക്ലെയർ ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞു. ഒരു കൊച്ചു ജനിച്ചു 2 മണിക്കൂർ കഴിഞ്ഞെന്ന് വെച്ചോ. ഒരു കൊച്ചു ജനിച്ചു 2 മണിക്കൂർ കഴിഞ്ഞപ്പം മറ്റോമാരെല്ലാം കൂടെ ഒരു 6-7 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇപ്പം അടിച്ചു കളഞ്ഞ ഈ കൊച്ചിനെ കൊല്ലാമെന്ന് ഓർത്തു. ഇസ്രായേലിൻ്റെ നേരെ ഇങ്ങോട്ടൊന്ന് അട്ടി തുടങ്ങി. പക്ഷേ ഇസ്രായേലിനോട് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അന്ന് തൊട്ട് അവരുടെ ഹഗാന ആർമി റെഡിയായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ അവർ തിരിച്ചൊരു പൊട്ടീര് കൊടുത്തു. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തിരിച്ചൊരു പൊട്ടീര് കൊടുത്തു. പൊട്ടീരങ്ങ് ആ അടി അങ്ങ് 49 വരെ പോയി. 48 തൊട്ട് തുടങ്ങി 1949 വരെ പോയി. ഈ യുദ്ധം കഴിഞ്ഞപ്പം ശ്രദ്ധിച്ചു കേട്ടോ, ഈ യുദ്ധം കഴിഞ്ഞപ്പം 77% ലാൻഡ് അവർ പിടിച്ചു. നമുക്കാർക്ക് സ്വോത്രം വരുന്നില്ല, കാരണം നമുക്കല്ലല്ലോ കിട്ടി, അതുകൊണ്ടാണ് അല്ലേ. എത്ര ശതമാനം ലാൻഡ് പിടിച്ചു? എത്ര ഇവർക്ക് കൊടുത്തേ? 55. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ എത്ര പിടിച്ചു? 77% പിടിച്ചു. തിരിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിടിച്ചു. 1949 യുദ്ധം കഴിയുന്നത്. പിന്നെ ഇങ്ങനെ യുദ്ധം നടക്കാൻ ഇപ്പം ഇവർക്കങ്ങ് എന്തുവാ അസൂയയും കുസൂയ എന്ന് പറഞ്ഞാൽ അസൂയയുടെയും കുശുമ്പിൻ്റെ ഇടയ്ക്കുള്ള സാധനമാണ് കുസൂയ എന്ന സാധനം. ഇതെല്ലാം കൂടെ ആയി ഇവർക്കാകെപ്പാടെ ബുദ്ധിമുട്ടായി. ഇവർ എല്ലാവരും കൂടെ പല പ്രാവശ്യം ഇവരെ അടിക്കാൻ നോക്കി. ഇവർ പിന്നെ ഒരു ദിവസം ഒരൊറ്റ യുദ്ധത്തിന് വന്നു. അതെന്നാ വന്നെന്നറിയാം? 1967 ജൂൺ 5 എന്നാ വന്നേ? 1967 ജൂൺ 5 ഇങ്ങോട്ട് വന്നു. ഇസ്രയേൽ അപ്പോഴത്തേന് ഇവർ ആർമി റെഡിയായിരുന്നു. ഇവന്മാർ കയറി ഒരു അടി അടിച്ചു. ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് 6 Day War. 6 ദിവസം കൊണ്ട് അമ്മരെ പൂട്ടിക്കെട്ടിക്കൊടുത്തു. ആ വിളിക്കുന്ന പേരാണ് 6 Day. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? 6 Day ആൻറ്റി കറിയായിരിക്കും അല്ലേ? 6 Day War. 6 ദിവസം. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, 3-ാമത്തെ ദിവസം 1967 ജൂൺ 5 തുടങ്ങിയ വാറ് 3-ാമത്തെ ദിവസം അമാർ യെരുശലേം പിടിച്ചു. 1% പിടിച്ചു. യെരുശലേം പിടിച്ചു. ഇനി കേട്ടോ, ദൈവത്തിൻ്റെ ജൂബിലി ഇയർ ആയിരുന്നു അന്ന്. എവിടം തൊട്ട് എവിടെ വരെ? 1917 തൊട്ട് 50 വർഷം. എവറി 50 ഇയർ 1967 നഷ്ടമായ ലാൻഡ് തിരിച്ചു പിടിച്ചു. 17 17 നിയമം എഴുതിയുള്ളൂ. ഓർത്തർ ജെയിംസ് ബാൽഫർ നിയമം എഴുതിയുള്ളായിരുന്നു. പക്ഷെ അന്ന് UN കൊടുത്തില്ല. പക്ഷേ 50 വർഷം എത്തിയപ്പം തിരിച്ചു പിടിച്ചു. 50 ഇയർ ജൂബിലി ഇയർ. ഇത് സ്പിരിച്വൽ വാർഫെയറാ കേട്ടോ, ഇത് സ്പിരിച്വൽ വാർഫെയറാ. എന്നാ പിടിക്കുന്നേ? 1967 ജൂൺ 5 തുടങ്ങുന്നേ യുദ്ധം. 3-ാമത്തെ ദിവസം യെരുശലേം പിടിച്ചു. ഇനി യെരുശലേം പിടിച്ച കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, യെരുശലേം പിടിക്കുമ്പം യെരുശലേമിൻ്റെ ഗേറ്റ്, ടെമ്പിൾ മൗണ്ടിൻ്റെ ഗേറ്റ് അടച്ചേക്കുക, കയറാൻ പറ്റുന്നില്ല. പട്ടാളക്കാരവിടെ ചെന്നു. ടെമ്പിൾ മൗണ്ടിൻ്റെ ഗേറ്റ് അടച്ചേക്കുക. ടെമ്പിൾ മൗണ്ടിൻ്റെ ഗേറ്റിനടുക്ക് ചെന്നപ്പോൾ ഇവർക്ക് കീ ഇല്ല. അവർക്ക് ടെമ്പിൾ മൗണ്ട് ഭയങ്കര ഹോളി പ്ലേസാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജൂ അറബിയും ഹീബ്രുവും പറഞ്ഞുകൊണ്ട് താൻ അവിടോട്ട് വന്നു. താൻ പറഞ്ഞ എൻ്റെ കീ ഉണ്ടെന്ന് പറഞ്ഞു. അവർ റബിയായിരുന്നു. അദ്ദേഹം റബിയായിരുന്നു. അവിടെ താമസിക്കുന്ന റബിയായിരുന്നു. നാളുകൾ കാത്തിരിക്കുന്ന റബിയായിരുന്നു. ഈ ഗേറ്റ് തുറന്നിട്ട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. ഹീബ്രു പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു, പിടിച്ചോളാൻ പറഞ്ഞു. ആ റബി ആരാന്ന് അന്നും പട്ടാളക്കാർക്ക് അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് മനസ്സിലായി. ആ റബിയുടെ പേര് ഗോറൻ എന്നായിരുന്നു. റബി ഗോറൻ. നിങ്ങൾക്കറിയാം ഗോരൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്തുവാന്ന് കേട്ടോ? ഗോരൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് വേർഡ് ത്രഷിങ് ഫീൽഡ് എന്നാ. ത്രഷിങ് ഫീൽഡ്, കളമെതിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ചരിത്രം ബൈബിളിൽ നിന്ന് കണക്ട് ചെയ്തേ. യഹൂദ റബിമാർ പറയുന്നതാ,
ദാവീദ് ഒരിക്കൽ ബാധ വന്നപ്പം ഒരു സ്ഥലത്ത് ചെന്നപ്പം ബാധ നിന്നല്ലോ, ആ സ്ഥലം ഇങ്ങ് മേടിച്ചല്ലോ. നിങ്ങളുടെ ത്രഷിംഗ് ഫീൽഡ് എന്നാണ് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയേക്കുന്നത്. ആ എക്സാക്ട് സ്ഥലത്തിൻ്റെ പേര് ത്രഷിംഗ് ഫീൽഡ് എന്നുള്ളതിൻ്റെ ഗോരൻ എന്നാ വേർഡിൻ്റെ അർത്ഥം. ഗോരൻ ഹീബ്രു വേർഡാ ഗോരൻ. ഇദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? ഗോരൻ. ഈ മേടിച്ച സ്ഥലം ആലയം പണിയാൻ പോകുന്നത്. ഇനി ഇദ്ദേഹം ജനിച്ച എന്നാണെന്നറിയാം, ഗോരൻ അന്ന് ജനിച്ച എന്നാണെന്നറിയാം 1917. ഇദ്ദേഹം ജൂബിലി ഇയറിൻ്റെ പ്രൊഡക്റ്റാ. അദ്ദേഹം 1917 ജനിച്ചവനാ കേട്ടോ. 1967 കീ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഗോരൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗോരൻ എന്നുള്ള പേരിന് അർത്ഥം എന്തുവാ? ത്രഷിംഗ് ഫീൽഡ്. ദാവീദ് ആലയം പണിയാൻ മേടിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ഇവനിട്ടേക്കുന്നത്. നാളുകൾ കഴിഞ്ഞെങ്കിലും കേട്ടോ, ഞാൻ ചുമ്മാ കഥ പറയുന്നല്ല, നിങ്ങൾക്ക് പോയി ചരിത്രങ്ങളിൽ പോയി പഠിക്കാം. ഞാൻ ഇതെല്ലാം എഴുതിയെടുത്തെല്ലാം വെച്ചേക്കുക, കണക്കുകൾ മൊത്തം കുറേ കമ്പ്യൂട്ടറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം PPT ആക്കി പ്രസൻറ്റ് ചെയ്യണം. പലയിടത്തും പോയി ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. പോട്ടെ, ഇനി അടുത്ത കണക്ക്. എന്നാൽ ലാസ്റ്റ് യുദ്ധം 1967 യെരുശലേം പിടിച്ചു. ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. യെരുശലേം മാത്രമല്ല പിടിച്ചേ, അന്ന് പിടിച്ചത് എന്തോ അറിയാമോ? ഇവർ സീനായി പെനിൻസുല മൊത്തം പിടിച്ചു. സീനായി പെനിൻസുല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സൂയസ് കനാലുള്ള സ്ഥലം വരെ സീനായി പെനിൻസുല മൊത്തം പിടിച്ചു. അവർ ജെറുസലേം ഉള്ള സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരെന്തുമായിരുന്നു? ഗോലൻ ഹൈറ്റ്സ്. അവിടെ എല്ലാം പിടിച്ചു. സിറിയയുടെ കുറച്ച് ലെബാനോനിലെ കുറച്ച് സ്ഥലം പിടിച്ചു. ഇതെല്ലാം പിടിച്ചു. അപ്പോൾ ഇസ്രായേൽ ശരിക്കും അങ്ങ് പിടിച്ചു. ഇപ്പം ആ സ്ഥലം മാത്രമല്ല പിടിച്ച്, അമ്മാരുടെ ടെറിട്ടറിയും കൂടെ പിടിച്ചു. യെരുശലേം മാത്രമല്ല. ഇതിൻ്റെ എല്ലാം കൂടെ വാശിക്ക് ഇവർ ഇസ്രായേലിനെ എന്നും ഇവരെ ഒന്ന് ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ച ഒരു ദിവസം ഇവർ കണ്ടുപിടിച്ചു. ഈ ഹാമാൻ എന്ന് പറഞ്ഞൊരു പുള്ളി ബൈബിളുണ്ട്. ഹാമാൻ കേട്ടിട്ടുണ്ടോ? ആരാ ഹാമാൻ? ഒരക്ഷരത്തിന് വ്യത്യാസമുള്ളൂ. ഇന്ന് ഹമാസും ഹാമാനും കൂടെ ഒരു അക്ഷരത്തിന് വ്യത്യാസമുള്ളൂ, ഒരു എണ്ണിൻ്റെ വ്യത്യാസമുള്ളൂ. ഹാമാൻ എന്ന് പറഞ്ഞൊരു പുള്ളി മോർദെഖായുടെ കാലത്തുണ്ടായിരുന്നു, എസ്തേറിൻ്റെ കാലത്ത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കഴുകുമരം ഉണ്ടാക്കി. അതെ, ആ പുള്ളി വലിയ പൂരിയും എന്ന് പറഞ്ഞാൽ ചീട്ടൊക്കെ ഇട്ട്, മഷി ഇട്ടെന്ന ഇന്നത്തെ ഭാഷയെ പറഞ്ഞ മഷിയൊക്കെ ഇട്ട് വലിയ കണക്ക് നോക്കി പുള്ളി ഒരു ഡേറ്റൊക്കെ കണ്ടുപിടിച്ചു. എന്നും പിശാച് കണ്ടുപിടിക്കുന്ന ഡേറ്റിൽ എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. എന്നെങ്കിലും പിശാച് കണക്ക് കൂട്ടി മഷി ഇട്ട് കണ്ടുപിടിച്ച് ആ ഡേറ്റിൽ എന്തെങ്കിലും നന്നായിട്ടുണ്ടോ ആരെങ്കിലും? ഇവൻ അന്നും ഡേറ്റ് കണ്ടുപിടിച്ച അബദ്ധമായിരുന്നു. പെസകാട് തലേ ദിവസമായിരുന്നു. അതിന് വേറെ കാര്യമുണ്ട്, ഇനി പിന്നെ പറയാം. പോട്ടെ. ഇതുപോലെ 1973 എത്തിയപ്പം ഇസ്രായേലിനെതിരെയുള്ള എനിമി എല്ലാം കൂടെ ഒരുമിച്ച് കൂടി. 5 ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഇവരെല്ലാം കൂടെ നമുക്ക് എന്നും വരെ അടിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചു, ഇസ്രായേല് ഇവരുടെ പുരുഷന്മാരെല്ലാം ഫീസ്റ്റിന് പോകണമെന്ന് ഇവരുടെ തോറായിക്ക് അത് എഴുതിയിട്ടുണ്ട്. ഇവരുടെ പുരുഷന്മാരെല്ലാം നിർബന്ധമായിട്ട് സംവത്സരത്തിൽ 3 പ്രാവശ്യം യഹോവയുടെ ആരാധിക്കാൻ കയറുകയാണ്. പുറപ്പാട് ദിവസം 34 കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരുടെ മിലിറ്ററി ആൾക്കാരെല്ലാം പൈലറ്റുമാരും കമാൻഡർമാരും ജനറൽമാരും എല്ലാം ഫീസ്റ്റിന് പോകും. അത് നിർബന്ധമായിട്ട് പോയിരിക്കും. കാരണം മഹാഭാവ പരിഹാര ബലി ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇവരങ്ങനെ എല്ലായിടത്തും വന്നിട്ടിരിക്കുമ്പം അവിടെ അപ്പോൾ 8 പോസ്റ്റും ചെക്ക് പോസ്റ്റും എല്ലാം ഫ്രീയാണ്. കാരണം റഡാറും ഒക്കെ ഒന്നും എല്ലാം വർക്കല്ല, അങ്ങോങ്ങിയൊക്കെ വർക്കാകത്തുള്ളൂ. പുരുഷന്മാരെല്ലാം എന്ത് ചെയ്യേ? യെരുശലേമിൽ വന്നിട്ടുണ്ട് ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ. ബൈബിളിലെ പ്രമാണത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്. അന്നേരം ഇവർ കയറി അടിക്കാൻ തുടങ്ങി. 1973 ഒക്ടോബർ 6 എന്നാ അടിക്കാൻ തുടങ്ങി? ആ ഡേറ്റ് പറ. 1973 ഒക്ടോബർ 6. ഇസ്രായേൽ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കയറി അടിച്ചു. ഇസ്രായേലിന് അലാറം കിട്ടി. അന്ന് ദൈവത്തോട് ഇവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവരൊരൊറ്റ പോക്ക് പോയി ഇസ്രായേലിനെതിരെ നിന്ന നാസറിൻ്റെ ഈജിപ്തിൻ്റെ മുകളിൽ 3 ബോംബ് ചെയ്തുള്ളൂ. പുള്ളി 48 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളി കൈവൊക്കെ പറഞ്ഞു, ഇല്ലേ ഞങ്ങൾ തോറ്റുപോയേ, ഇനി ഞങ്ങളെ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞു. 3 ബോംബ് ചെയ്തേ ഉള്ളൂ. 3 ബോംബ്. പ്രധാനപ്പെട്ട 3 കേന്ദ്രത്തിൽ അമാർ ബോംബ് ചെയ്തേ. കാരണം ഇവരുടെ കാര്യം പറയുക, ഇവർ ഈ ഫീസ്റ്റിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ശത്രുവിൻ്റെ എനിമിയുടെ താവളങ്ങൾ ഇവിടൊക്കെയാണ്. ഓ ഗോഡ് കേട്ടോ. അമാരം കൊണ്ട് പോയി ഒരു അടി അടിച്ചിട്ട് ഈജിപ്തിൻ്റെ ഇന്ന് നിങ്ങൾ ചരിത്രത്തിൽ നോക്കൂ. എന്നിട്ട് ഞാൻ വേഗത്തിൽ ഇനി പറയാം. എന്നാ ഇത് അടിക്കുന്നേ? 1973
73 നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ മറക്കത്തില്ല. 73 ഒക്ടോബർ 6 ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് യോങ്കിപ്പൂർ വാർ. കേട്ടിട്ടുണ്ടോ? യോങ്കിപ്പൂർ വാർ. യോങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെൻറ്റ് എന്നാ. ഫീസ്റ്റ് ഓഫ് അറ്റോൺമെൻറ്റ് അന്ന് നടന്ന യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് യോങ്കിപ്പൂർ വാർ. യോങ്കിപ്പൂർ ഒരു ഹീബ്രു വേർഡാണ്. ആ യുദ്ധത്തിൽ അടിച്ചു ജയിച്ചു. ഇസ്രയേൽ അന്ന് UN നേതൃത്വത്തിൽ ഒരു പീസ് എഗ്രിമെൻ്റ് വെച്ചു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ നിർത്താൻ പോവാം. ഒരു പീസ് എഗ്രിമെൻ്റ് വെച്ചു. എന്നാ വെക്കുന്നത്? 1973 ഒക്ടോബർ 6 തുടങ്ങിയ യുദ്ധത്തിൽ ജയിച്ചിട്ട് ഒരു പീസ് എഗ്രിമെൻ്റ് വെച്ചു. എന്തോ പീസ് എഗ്രിമെൻ്റ് എന്ന് വെച്ചോ, ശരി നിങ്ങൾക്ക് സീനായ് പെൻസുല ഞങ്ങൾക്ക് ഇനി വേണ്ട, നിങ്ങളെടുത്തോ. സീനായ് പെൻസുല നിങ്ങളുടെ ആയിരുന്നല്ലോ, ഞങ്ങൾ 67 പിടിച്ചതാ, നിങ്ങളെടുത്തോ. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച കുറച്ച് സ്ഥലം കൊടുത്തു. എന്ന് പറഞ്ഞു ഇനി മേലിൽ നിങ്ങളുടെ ആൾക്കാരെ എല്ലാം കൂടെ ഇവരെ അങ്ങോട്ട് മാറ്റി ഗസായിലോട്ട് മാറ്റി, ഗാസ അങ്ങോട്ട് മാറ്റിയിട്ട് അറബ് നേതൃത്വത്തിൽ നിങ്ങളൊരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കിക്കോ. നിങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥലമല്ല ഇവർ അടിച്ച് റെഡിയാക്കി. ഞങ്ങളുടെ സ്ഥലമാണ്, പക്ഷേ ഞങ്ങളുടെ സെൻറ്ററിനകത്തും അകത്തും നിങ്ങളെ മാറ്റി അങ്ങോട്ട് ഗസായിലോട്ട് മാറ്റി അവിടെ ഗവൺമെൻറ് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കി അവിടെ താമസിച്ചോളാൻ പറഞ്ഞ് 1973 അവർക്ക് ആ സ്ഥലം അങ്ങ് കൊടുത്തു, വഴക്കുണ്ടാകാതിരിക്കാൻ അങ്ങ് കൊടുത്തു. എന്നിട്ട് അവിടെ പോയി പാലസ്തീൻ ആൾക്കാരും എല്ലാം നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ അങ്ങോട്ട് മാറ്റി, സ്ഥലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവർക്ക് അങ്ങ് കൊടുത്ത് ഗവൺമെൻറ് സ്ഥാപിച്ചു. അവിടുന്ന് യാസർ അറാഫാത്തൊക്കെ വരുന്നത് കേട്ടിട്ടുണ്ടോ? യാസർ അറാഫാത്ത് എന്നാ കൊടുത്ത ഈ സ്ഥലം 1973 ഒക്ടോബർ 6 യുദ്ധം കഴിഞ്ഞിട്ട്. ഇതിനുശേഷം എല്ലാ വർഷവും ഇവന്മാർ അല്പകാലഘട്ടം കഴിഞ്ഞു ഇസ്രായേലിനെതിരെ പിന്നെയും അടിക്കാൻ തുടങ്ങി, ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവിടുന്ന് എന്നും ഇസ്രായേലിനെതിരെ ഉപദ്രവമാണ്, എന്നും മിസൈൽ വിടുക. ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഒരു വർഷം 2 വർഷത്തിനുള്ള കണക്ക് 22,000 മിസൈലാണ് വന്നതെന്ന്. 22,000 മിസൈൽ. അതിൻ്റെ 3-1 5-1 പോലും ഉക്രൈനിൽ വീണില്ല. ഉക്രൈൻ കഴിഞ്ഞു. അതിൻ്റെ 5-1 പോലും ഉക്രൈനിൽ വീണില്ല. ഉക്രൈൻ തീർന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ അയൺ ഡൂം ടെക്നോളജി അപ്പോഴത്തേനും ഇവരുടെ തലമണ്ട ദൈവം തുറന്നു കൊടുത്തു. അത് വെച്ചുകൊണ്ട് ഇവർ മൊത്തം അടിച്ചു കളഞ്ഞു. എല്ലാ പ്രാവശ്യം അന്ന് തൊട്ട് പിന്നെ ഇവർക്ക് നേരെ ചാവേറാക്രമം, അടുത്ത പ്രശ്നം, ഇവരുടെ സ്മഗിളി, ഇവർക്ക് നേരെ ഉപദ്രവം, ഇങ്ങനെ വന്നു. അന്നെല്ലാം ഇവരുടെ സിറ്റിസൺ എന്ന് തൊട്ടോ ഇവർ ആ വേർഡ് നിങ്ങൾ എഴുതി വെച്ചു, റിട്ടാലിയേഷൻ ചെയ്തു. എന്ത് ചെയ്തു? റിട്ടാലിയേഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നതിന് പകരമായിട്ട് പലിശയും കൂടെ കൂട്ടി അങ്ങോട്ടങ്ങ് തരിക. അതാണ് റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞാൽ. യുദ്ധത്തിന് റിട്ടാലിയേറ്റ് ചെയ്തു, കൊടുത്തു. ഇങ്ങനെ നിന്നു. പക്ഷേ 2023 ഒക്ടോബർ 6 ഇതുപോലെ ഫീസ്റ്റ് കഴിഞ്ഞ ദിവസമാണ്. ഇവർ സിൻഹാ തോറ സെലിബ്രേറ്റ് ചെയ്യുക. സിൻഹാ തോറ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ നടക്കുക. ഫീസ്റ്റ് 7ാമത്തെ ഫീസ്റ്റായ ടാബർനാക്കിളും കഴിഞ്ഞ് സിൻഹാ തോറ സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷേ സിൻഹാ തോറ എന്ന് വെച്ചാൽ ന്യായപ്രമാണം കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ ഇവർ ചെയ്യേണ്ടിയത്, ഇതിൻ്റെ 2 വശമുണ്ട്, ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇസ്രായേൽ അവർ ഡ്രഗ്സ് പാർട്ടിയാണ് സെലിബ്രേറ്റ് ചെയ്ത്. എന്താ സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവരെന്തോ ചെയ്തേ? ഡ്രഗ്സ് പാർട്ടി. അതിൻ്റെ പേര് നോവാന്നോ റേവ് പാർട്ടി, അങ്ങനെ ഡ്രഗ്സിൻ്റെ പാർട്ടിന്നാണ് സെലിബ്രേറ്റ് ചെയ്ത്. ഒക്ടോബർ 6 അന്നേരം നിങ്ങൾ ന്യൂസിൽ കണ്ടത് മറ്റോമാർ പറന്നു വരുന്നേ അല്ലേ, ഗ്ലൈഡേഴ്സ്. അത് പറന്നു വന്നു, അവരുടെ ബൗണ്ടറി മുറിച്ചു. എന്നിട്ട് അതിനകത്തൂടെ ഇത് കയറി വന്നതെല്ലാം കേട്ടോ, ഇതെല്ലാം കയറി വന്നതെല്ലാം അന്ന് കണ്ടു. 6-ാം തീയതി യുദ്ധം നടന്നു. ഇസ്രായേലിൻ്റെ ആൾക്കാരെ ഒത്തിരി ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ഇസ്രായേൽ 7-ാം തീയതി യുദ്ധം ഡിക്ലെയർ ചെയ്തു. എന്ത് ചെയ്തു? 7-ാം തീയതി എന്ത് ചെയ്തു? യുദ്ധം ഡിക്ലെയർ ചെയ്തു. ഇനി എന്തിനാ അവർ യുദ്ധം ഡിക്ലെയർ ചെയ്തേ? എന്തിനാ യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നറിയാമോ? ഇവർക്കറിയാം ഈ ലാൻഡ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. എത്ര വർഷമായി? 1973 ഒക്ടോബർ 6. കണക്ക് കൂട്ടി നോക്കിയേ. ഇറ്റ്സ് എ ജൂബിലി ഇയർ. എന്തുവാ അത്? 2023 ഒക്ടോബർ 6 വന്നപ്പോൾ എന്തോ ആയി? ജൂബിലി ഇയർ. അപ്പൊ ജൂബിലി ഇയർ വന്നു കഴിഞ്ഞാൽ എന്തോ പറ്റും? ഈ ലാൻഡ് ആർക്ക് നഷ്ടമായോ
ഇത് ആർക്ക് വരണം? ഒറിജിനൽ ഓണറിന്. ഇന്ന് നിങ്ങൾ കണ്ടോ, ഇപ്പം റാഫായും കൂടെ പിടിക്കുക, കഴിഞ്ഞു. ഗസ, അസ്കലോൺ പോലെ അല്ലെങ്കിൽ അസ്തോദ് പോലെ ഈ ഗസ ആർക്കാവും? ഇത് പൊളിറ്റിക്കൽ യുദ്ധമല്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് യുദ്ധമാ? സ്പിരിച്വൽ. അപ്പോൾ ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കണോ? ഈ വചനം കൊണ്ടാണോ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടെ? ആണോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒറ്റ കണക്കും കൂടെ പറഞ്ഞിട്ട് നിർത്തുക, അല്ല എല്ലാം കണക്കായി പോകും. ഒരു ഡേറ്റ് പറയാം, ഡേറ്റ് എടുത്തിട്ട് ഡേറ്റ് പറയാം. 1967 ജൂൺ 5 യുദ്ധം തുടങ്ങുന്നത്. 67 ജൂൺ 5 യുദ്ധം തുടങ്ങുന്നത്. ഒന്ന് എഴുതി വെച്ചോ, 1967 ജൂൺ 5. 1967 ജൂൺ 5 തൊട്ട് 1973 ഒക്ടോബർ 6 രണ്ടാമത്തെ യുദ്ധം. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നാമത്തെ യുദ്ധം എന്നായിരുന്നു? 1967 ജൂൺ 5. രണ്ടാമത്തെ യുദ്ധത്തിൻ്റെ ഡേറ്റ് എന്നായിരുന്നു? 1973 ഒക്ടോബർ 6. ഇതിൻ്റെ രണ്ടിൻ്റെ വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്നറിയാമോ? നിങ്ങളെല്ലാം ബുദ്ധിയുള്ളവരാണെന്നറിയാം. ലീപ്പ് ഇയേഴ്സും പോയിട്ട് എത്ര ദിവസം ഉണ്ടെന്നറിയാമോ? 2315 ദിവസം. ഈ രണ്ട് യുദ്ധത്തിൻ്റെ ഗ്യാപ്പ് എത്ര? ഒന്ന് എഴുതി വെച്ചോന്നേ, 2315 ദിവസം. കേട്ടോ, 2315 ദിവസം. ഇനി 2017 കേട്ട് ശ്രദ്ധിച്ചേക്കണേ, 2017 ജൂൺ 5 ട്രംപ് ഒരു ഡിക്ലെയർ ചെയ്തു. നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് ഡിക്ലെയർ ചെയ്തു. എന്തോ ഡിക്ലെയർ ചെയ്തെന്നറിയാമോ? അവരുടെ സെനറ്റ്, അവരുടെ പാർലമെൻറ്റ് കൂടിയിട്ട് ഡിക്ലെയർ ചെയ്തെന്ന് ജെറുസലേമിനെ ക്യാപിറ്റലായി ഡിക്ലെയർ ചെയ്യണം എന്ന് കൂടി. നിങ്ങൾക്ക് വായിച്ചാന്നത്? യെരുശലേമിനെ ക്യാപിറ്റൽ ആക്കണം. എന്നാ ഈ യെരുശലേമിനെ ക്യാപിറ്റൽ ആക്കുന്നേ? ക്യാപിറ്റൽ ആക്കുന്ന സെറിമണി നടക്കുന്നത് എന്നാണെന്നറിയാമോ? തെറ്റിപ്പോലെ ഇതൊന്നും. 2018 മെയ് 14. 2018 എന്നാ അവരുടെ പാർലമെന്റ് കൂടി തീരുമാനം എടുക്കുന്നത് എന്നാ? അത് ഭയങ്കര തീരുമാനമായിരുന്നു. ഭയങ്കര മിഡിൽ ഈസ്റ്റൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന 2017 ജൂൺ 5 എന്നാ തീരുമാനം എടുക്കുന്നത്? 2017 ജൂൺ 5. അതിനകത്തും കിടക്കുക ജൂബിലി ഇയർ കിടക്കുക. 1967 തൊട്ട് 50 വർഷം എണ്ണിക്കോ. 1967 തൊട്ട് 50 വർഷം എണ്ണിക്കോ. 1967 യുദ്ധം നടക്കുന്നത് എന്നാ? ജൂൺ 5. ട്രംപ് നിയമം എടുക്കുന്ന പാർലമെന്റ് കൂടുന്നത് എന്നാ? ജൂൺ 5. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഞാൻ ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങനെ ഒപ്പിച്ച് പറയുന്നൊന്നും അല്ല കേട്ടോ. ജൂൺ 5 ഇതല്ല 50 വർഷം ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ട് ഇന്നത്തെ പ്രസംഗം എടുക്കാൻ വേണ്ടി വിഷയമില്ലാത്തതുകൊണ്ട് വന്ന് പറയുന്നല്ല. നിങ്ങൾക്ക് പോയി ഇത് ഹിസ്റ്ററി തപ്പ് ചെയ്യാം, ഒന്ന് ഹിസ്റ്ററി സെർച്ച് ചെയ്യാം. 1967 ജൂൺ 5 തൊട്ട് 50 വർഷം കണക്ക് കൂട്ടി എന്നാ വർഷം വരുന്നതെന്ന് അറിയാമോ? 2017 ജൂൺ 5. അന്ന് എന്തോ നടക്കുന്നേ? ട്രംപ് പാർലമെന്റ് കൂടി എന്തോ പറ്റുക? ജെറുസലേമിനെ ക്യാപിറ്റലായി ഡിക്ലെയർ ചെയ്തു കേട്ടോ. ആ ഡേറ്റ് ഓർത്തോ, 2017 ജൂൺ 5. അവിടുന്ന് മുമ്പ് ഞാനൊരു ദിവസത്തിന് കണക്ക് പറഞ്ഞായിരുന്നല്ലോ. എത്ര ദിവസം? 2315. അത്ര ദിവസം കണക്ക് കൂട്ടിക്ക്. ഇപ്പം ഇന്ന് കൂട്ടണ്ട. എത്ര ദിവസം എന്നാ വരുന്നതെന്ന് അറിയാമോ? 2023 ഒക്ടോബർ 7. നമുക്ക് സ്വത്രം വരുന്നില്ല, കാരണം നമ്മുടെ അല്ലല്ലോ യുദ്ധം, അതുകൊണ്ടാണ് എനിക്കറിയാം. എന്നാ ഡേറ്റ് വരുന്നേ? 2023, കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7. 6 7. യഹൂദ റബിമാർ പറയാ, നോട്ട് എ 6, നോട്ട് ഇൻ ദ 6 എന്നാ 7. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ അതുകൊണ്ടാണ് യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നത്. ഇതാർക്കും മനസ്സിലാകത്തില്ല, ജാതികൾക്ക് മനസ്സിലാകത്തില്ല. ഈ കണക്ക് കിട്ടിയോ? ഇനിയും ദിവസങ്ങളുടെ കണക്ക് വേണോ? ഒരു കണക്കും കൂടെ പെട്ടെന്ന് പറയാം കേട്ടോ. 1967 ജൂൺ 5 6 തൊട്ട്
ഇപ്പം മുമ്പേ പറഞ്ഞ ട്രംപ് ഡിക്ലെയർ ചെയ്യുന്ന 2017 ജൂൺ 5 വരെ 2017 ജൂൺ 5 വരെ 18,263 ദിവസമുണ്ട്. 18,263 ദിവസമുണ്ട്. എത്ര ദിവസമുണ്ട്? 18,263 ദിവസം. കേട്ടോ, 263 ദിവസം. ശരി, എളുപ്പം മനസ്സിലായി. 1973 ഒക്ടോബർ 6 തൊട്ട് കണക്ക് കൂട്ടിക്കൂ. 1973 ഒക്ടോബർ 6 തൊട്ട് കണക്ക് കൂട്ടിക്കേ. 1973 ഒക്ടോബർ 6 തൊട്ട് 18,263 ദിവസം 12 ലീപ്പ് ഇയേഴ്സ് മാറ്റിയിട്ട് നിങ്ങൾ കലണ്ടറിൽ കൂട്ടിക്കോ. ഇപ്പം കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ടും ലാപ്ടോപ്പ് ഇത് മൊബൈൽ ഉള്ളതുകൊണ്ട് എളുപ്പമല്ലേ ചെക്ക് ചെയ്യുക. എന്നാ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ? 2023 ഒക്ടോബർ 7. അപ്പോൾ ദൈവത്തിൻ്റെ കണക്കുകൾ തെറ്റുമോ? ഇന്നത്തെ യുദ്ധം ഇറ്റ്സ് എ സ്പിരിച്വൽ വാർഫെയർ. ഇറ്റ്സ് എ സ്പിരിച്വൽ വാർഫെയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ജൂബിലി ഇയറാ. ഇനി അടുത്ത പുതിയ നിയമത്തെയും കൂടെ പറയണ സമയം പോകും. കഴിഞ്ഞു, പറയുന്നില്ല. യേശു വന്ന് പറഞ്ഞു എന്തോന്നറിയാമോ? ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ജൂബിലി ഇയർ പ്രഖ്യാപിക്കാനാണ്. ബൈബിളിൽ വാക്യം കിടപ്പുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയപ്പാനും. അടുത്ത വേർഡ്, യഹോവയുടെ പ്രസാദവർഷം. എന്തോ പ്രസാദവർഷം? ഇറ്റ്സ് എ ജൂബിലി ഇയർ. എന്തോ പറയുന്നേ? മഹാപാപ പരിഹാര ബലി കഴിഞ്ഞ കാഹളമൂതിയ നീ സ്വതന്ത്രനായെന്ന് എന്ന് യേശു പറയുക. നീ സ്വതന്ത്രമായി. ഞാൻ ആ മഹാപാപ പരിഹാര ബലിയുടെ ആട്. എവിടുന്ന? സാത്താൻ്റെ അധികാരത്തിൽ നിന്ന്, നിന്റെ പീഡനത്തിൽ നിന്ന്, നിന്റെ ബന്ധനത്തിൽ നിന്ന്, നിന്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയുക, കാഹളമൂതി വിളിച്ചു പറയുക, യു ആർ ഫ്രീ. യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ ഒരു വാക്യമാണ് കേട്ടോ. ദൈവമക്കളെ, പ്രസാദവർഷം വരാൻ ഇനി 50 വർഷം വേണ്ട. നമുക്ക് പ്രസാദവർഷം വരാൻ 50 വർഷം വേണ്ട. കാരണം ഇതെല്ലാം യേശുവിൽ പൂർത്തിയായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് ആ വിടുതൽ എടുത്തുകൊണ്ട് പോകാം. എല്ലാ കെട്ടുകളെയും ഇന്ന് കുടഞ്ഞുകളാ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധനങ്ങളാകാം, നിങ്ങളുടെ കടഭാരമാകാം, നിങ്ങളെ പീഡിപ്പിക്കുന്നതാകാം, നിങ്ങളെ ഞെരുക്കുന്നതാകാം, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ ഇന്ന് കുടഞ്ഞു കളഞ്ഞിട്ടേ പോകാവൂ. നമുക്കിനി ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ വേണ്ടി പോകുക. നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. സ്തോത്ര കാഴ്ചകൾ എടുക്കാൻ വേണ്ടി പോവാം. നമ്മുടെ സമയം ഓടിപ്പോയി. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ദൈവത്തിൻ്റെ കണക്കുകളൊന്നും തെറ്റത്തില്ലെന്നേ. സ്വർഗത്തിൽ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത്, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. സ്വർഗത്തിൽ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാ ഭൂമിയിൽ. കേട്ടോ, ഭൂമിയിൽ അങ്ങനെ തന്നെയാ. 1948 മെയ് 14-ാം തീയതി ഇസ്രായേൽ രാജ്യമായി. പക്ഷേ 70 വർഷം കഴിയുന്ന സെയിം ടൈമിലാ ജെറുസലേമിനെ ട്രംപ് ക്യാപിറ്റലായി പ്രഖ്യാപിക്കുന്ന സെറിമണി ഇവിടെ നടക്കുന്നത്. 2018 മെയ് 14-ാം തീയതി. 2018 മെയ് 14-ാം തീയതി 70 വർഷം കംപ്ലീറ്റ് ആകുക. എന്തോ 70 വർഷം കംപ്ലീറ്റ് ആയി. 70 വർഷം കഴിഞ്ഞാൽ റിസ്റ്റോറേഷൻ നടക്കുക. ഒറ്റ വേർഡ് കൂടെ കേട്ടോ. എന്തിനാ യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നടക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ കർത്താവ് മഹാരാജാവ് വന്ന് ഭരിക്കാൻ പോകുന്നത് അവിടെ. മഹാരാജാവ് വന്ന് ഭരിക്കാൻ പോകും. യെരുശലേമിന്റെ മീതെ അവൻ കാലുവെക്കും. യെരുശലേമിലുള്ള ഒലിവ് മലയിൽ മഹാരാജാവ് വന്ന് ഭൂമിയെ മൊത്തം ഭരിക്കാൻ പോകുന്ന ആ സ്ഥലത്താ. ഇതിൻ്റെ നാന്ദി എന്നവണ്ണം ഇത് മൊത്തം നടക്കുന്നേ. ദൈവവചനം സത്യമാണോ? വിശ്വസിക്കുന്നവരിനകത്തുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി, ദൈവമേ അങ്ങയുടെ ജീവൻ്റെ വചനം ഗ്രഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ അകക്കണ്ണിനെ തുറക്കണമേ. എൻ്റെ അകക്കണ്ണിനെ തുറക്കണമേ. എൻ്റെ അകക്കണ്ണിനെ